അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ ഈമാൻ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈമാനിൻ്റെ കലിമത്തായ കലിമത്തു തൗഹീദ് നമ്മൾ ഉച്ചരിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന കലിമത്ത് മാത്രം പറഞ്ഞാൽ അവൻ ശരിക്കും വിശ്വാസിയാകുന്നില്ല. എന്തുകൂടി വേണം? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതുകൂടി വേണം. അപ്പോഴേ ഒരു മനുഷ്യൻ്റെ വിശ്വാസമായി തീരുന്നുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ എവിടെ നോക്കിയാലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്. ഈ ആകാശങ്ങളിലുള്ള ഏതൊരു ഭാഗം എടുത്തു നോക്കിയാലും, ഭൂമിയിലുള്ള ഏതൊരു ജീവജാലമോ അല്ലെങ്കിൽ അജീവ വസ്തുവോ അചേതന വസ്തുവോ ആയാലും അതെടുത്തു നോക്കിയാൽ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. എല്ലായിടത്തും അള്ളാഹുവിൻ്റെ മഹത്വം, അത് ജീവനുള്ളതും ഇല്ലാത്തതൊക്കെ അങ്ങനെ ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് കാണാം. നമ്മളിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ കയറി വരുന്നതിൻ്റെ തൊട്ടു മുമ്പിലൂടെ നടന്നു വരുന്നിടത്ത് ചെറിയ പുൽച്ചെടികളും അല്ലാത്ത കാട്ടുചെടികളും കാണാം. ചെറിയ ചെറിയ ആരും ശ്രദ്ധിക്കാതെ വളർന്നു വന്ന ചെടികൾ കാണാം. ആ ഒരു ചെടിയെടുത്താൽ അതിൻ്റെ ഇല നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, പച്ചയാണ്. അതിൻ്റെ തണ്ട് മറ്റൊരു കളറാണ്. എന്നാൽ ഈ ചെടി എവിടത്തേക്കാണ് കണക്റ്റായി കിടക്കുന്നത്? മണ്ണിലേക്കാണ്. ആ മണ്ണിൻ്റെ കളർ ഏതാണ്? മണ്ണിൻ്റെ കളർ ചുവപ്പാണ്. പക്ഷെ ആ മണ്ണിൽ നിന്ന് വളർന്നു വരുന്ന ചെടിയുടെ തണ്ടിൻ്റെയോ ഇലയുടെയോ കളറ് ചുവപ്പല്ല, പച്ചയാണ്. എവിടെ നിന്നാണ് ഈ ചെടിയിലെ ഇലകൾക്ക് ഈ ഒരു പച്ച കളറ് ലഭിച്ചത് എന്നും അതിന് വീണ്ടും വീണ്ടും പ്രത്യുൽപാദനപരമായി വളരാനുള്ള ശേഷി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ബയോളജിയിലെ ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥി പറയും അതിൻ്റെ ഊർജം ലഭിച്ചത് സൂര്യനിൽ നിന്നാണ്. സൂര്യനും ഈ ഭൂമിയും തമ്മിൽ എത്ര അകലം വ്യത്യാസമുണ്ട്? ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലം വ്യത്യാസമുണ്ട്. ഇത്രയും അകലം വ്യത്യാസമുള്ള ഈ ഭൂമിയിലുള്ള ഒരു സസ്യത്തിന് ആവശ്യമായ എനർജി നൽകുന്നത് അത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന്. ആ സൂര്യൻ്റെ പ്രകാശരശ്മികൾ സ്വീകരിച്ച് അതിലെ ഊർജം ഉപയോഗിച്ചാണ് ഈ കളറുകൾ ഈ ചെടികളിൽ രൂപപ്പെടുന്നതെന്ന് പറയുമ്പോൾ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്. ഇങ്ങനെ ഒരു ചെടിക്ക് ഇത്ര കൗതുകകരമായ അവസ്ഥ, ഘടന സംവിധാനിച്ചവൻ ആര് എന്ന് അന്വേഷിക്കുന്ന മനുഷ്യന് വലിയൊരു ശക്തിവാൻ, വലിയൊരു ശക്തി ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുണ്ട് എന്ന് ആ ചെടിയുടെ ഒരു ഘടന നോക്കിയാൽ മനസ്സിലാകും. വന്നജുമു വശജറു യസ്ജുദാൻ. ഏത് വള്ളിച്ചെടിയായാലും വടവൃക്ഷമായാലും ഇതെല്ലാം അത് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിൻ്റെ മഹത്വം വിളിച്ചോതുന്നത് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാം. പക്ഷേ അതിന് ഈമാൻ എന്ന് പറയില്ല. ഈമാൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹുവാണ് ആരാധ്യൻ എന്ന് അവൻ്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ ഒരു ആശയ പ്രചരണത്തിന് വേണ്ടി, ആ ഒരു പ്രകാശ വിതരണത്തിന് വേണ്ടി
അള്ളാഹു തീരുമാനിച്ച കേന്ദ്രബിന്ദുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകരായി കൂടി വിശ്വസിക്കുമ്പോഴാണ് ഈമാനാകുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് വലിയ വലിയ വിപ്ലവം തീർത്ത ധാരാളം മനുഷ്യന്മാരെ നേതാക്കളായി കാണാം. ലോകരാജ്യങ്ങളിൽ, ലോക മനുഷ്യരിൽ, ചരിത്രത്തിൽ പലരും വലിയ ഉയരങ്ങൾ കീഴടക്കിയവരെ കാണാം. പക്ഷേ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും, ലോകത്ത് എല്ലാ നാടുകളിലും, മനുഷ്യരുള്ള എല്ലാ ഇടങ്ങളിലും ഓരോ ദിവസവും 5 നേരവും ഉച്ചത്തിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു നേതാവ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ലോകത്തൊരു മനുഷ്യനും ഇന്നുവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സെക്കൻഡുകളിലും ഈ വിളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സമയത്തിന്റെ കറക്കം മാറുന്ന ഓരോ സെക്കൻഡുകളിലും ഓരോ പ്രദേശങ്ങളിലായി ഈ പ്രഖ്യാപനം വളരെ ആനന്ദത്തോടെ, അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ, അല്ലെങ്കിൽ ഏതാണോ വാക്ക് പറയേണ്ടതെന്നറിയാത്ത വിധം ഉയർന്ന നിലവാരത്തിൽ ആ പ്രവാചകനെന്ന്, ആ ഒരു നേതാവിൻ്റെ മഹത്വം വിളിച്ചു പറയപ്പെടും. ഇതൊരു അത്ഭുതമാണ്, ചരിത്രപരമായ ഒരു അത്ഭുതമാണത്. ഈ അത്ഭുതം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം, ലോകത്ത് മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ കൗതുകങ്ങൾക്ക് അടിമപ്പെടും. കൗതുകങ്ങളുണ്ടായാൽ കൗതുകങ്ങളുടെ പേരിൽ മനുഷ്യനൊരു പ്രത്യേക വിധേയത്വമുണ്ടാകും. അതൊരു പൊതു സ്വഭാവമാണ്. നിങ്ങളൊക്കെ നോക്കൂ, ഏതാനും കുറച്ച് ദിവസങ്ങൾ മുമ്പ് വേൾഡ് കപ്പ് അവസാനിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലെല്ലാം, അന്ന് ഞാൻ ഓർക്കുകയാണ്, മലപ്പുറം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ പരിസരത്തെ നിസരിമാൾ ജംഗ്ഷൻ എന്ന ആ ഒരു ബസ് സ്റ്റോപ്പിന് പിന്നിലുള്ള ഹാപ്പി സോൺ സെന്ററിലേക്ക് രാത്രി ഞാൻ വരികയാണ്. വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയുടെ ഈ ഓരോ ഊടുവഴികളിലും ചെറിയവരും വലിയവരും എന്ന വ്യത്യാസമില്ലാതെ വലിയ ജനാവലി, 2 വീലർ ഉപയോഗിച്ച്, 4 വീലർ ഉപയോഗിച്ച്, വലിയ ലൈറ്റുകളും അതിനനുസരിച്ചുള്ള കളർ പുകകളും സൃഷ്ടിച്ച് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരാവേശമാണെന്നറിയാം. അതിനുവേണ്ടി ജേഴ്സി ധരിച്ചവരുണ്ട്, ധരിച്ച ജേഴ്സി ഊരിയിട്ട് അഭ്യാസം കാണിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. എന്തൊരു കഷ്ടപ്പാട്, എത്രമാത്രം ഇവർ അധ്വാനിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. കാരണം ഈ അഭ്യാസങ്ങൾക്ക് നടുവിൽ റോഡ് മുഴുവനും, ആ റോഡിൻ്റെ പരിസരം മുഴുവനും പുകകൾ നിറഞ്ഞു കിടക്കുകയാണ്. യാത്ര ചെയ്യാൻ പോലും ഈ നാഷണൽ ഹൈവേ പറ്റാത്ത വിധം നിറഞ്ഞു കിടക്കുകയാണ് മനുഷ്യർ. ആർക്കു വേണ്ടിയാണ് ഈ വിധേയത്വം പ്രകടിപ്പിക്കുന്നതെന്ന് ഞാൻ കുറേ സമയം ആലോചിച്ചു പോയി. എന്തുകൊണ്ടാണ് ഏതോ ഒരു ടീമിനോടുള്ള ഈ വിധേയത്വം ഇത്രമാത്രം പ്രകടനങ്ങൾ കാണിക്കാൻ മാത്രം എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? അവിടെയാണ് ഒരു സത്യം. അത്ഭുതങ്ങൾ മനുഷ്യനെ കീഴടക്കുന്ന ഒരു പ്രതിഭാസം, അത് മനുഷ്യന് ജന്മനാ ഉള്ളതാണ്. മനുഷ്യന്റെ ഒരു നൈസർഗിക വാസനയാണത്, ഒരു ബേസിക് സ്കില്ലാണത്, അത്ഭുതങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറയുന്നത്. ഈ അത്ഭുതങ്ങളുടെ പേരിൽ മനുഷ്യന്റെ വിലപ്പെട്ട സമയമോ സമ്പത്തോ സ്വത്വമോ സമർപ്പിക്കുന്നതിന് പകരം മൂല്യങ്ങളുടെ മുമ്പിൽ മാത്രം സ്വത്വം സമർപ്പിക്കുകയും മൂല്യങ്ങളുടെ വക്താവുകയും ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം ഒരു മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ ശരീരത്തിലെ വിലപ്പെട്ടൊരവയവമാണ് നിന്റെ തല, അതിലെ മുഖം, അതിലെ നെറ്റി. അത് ആത്മാഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട അവയവമാണ്. അത്
നീ ഒരാളുടെ മുമ്പിലും കീഴടങ്ങി വണങ്ങി കുനിഞ്ഞു പോകരുത്. നീ വണങ്ങി വളഞ്ഞു പോകരുത്. നീ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കണം. നീ എപ്പോഴും നിന്നെ സൃഷ്ടിച്ചു എന്ന് ബോധ്യപ്പെടുന്ന, നീ ഉൾപ്പെടുന്ന, നിന്റെ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രപഞ്ച സ്രഷ്ടാവിന്റെ മുമ്പിലല്ലാതെ ഒരിക്കലും നീ കുനിഞ്ഞു പോകരുത്. ഈ തത്വം, ഈ ഒരു ബോധ്യം, ഈ ഒരു സിന്ദാബാദ്, ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നിടത്തൊരു മനുഷ്യൻ പരാജയപ്പെട്ടാൽ ആ മനുഷ്യൻ പിന്നെ പലപ്പോഴും പലയിടത്തും കുനിയേണ്ടി വരും. ചിലപ്പോൾ ഫുട്ബോളിന്റെ മുമ്പിൽ കുനിയുന്നവർ, ചിലപ്പോൾ മറ്റു പലതിൻ്റെ മുമ്പിലും വിധേയപ്പെടുന്നവരായി മനുഷ്യൻ വളഞ്ഞു പോകും, മനുഷ്യൻ ചുരുങ്ങിപ്പോകും, മനുഷ്യൻ ചെറുതായി പോകും. മനുഷ്യൻ അങ്ങനെ ചെറുതാകരുത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഭാഗങ്ങളും മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റും വിധമുള്ള ഒരവസ്ഥാവിശേഷം അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മൾ മനുഷ്യർ ആകാശലോകത്തെക്കുറിച്ച് നാം പഠിച്ച് വ്യവസ്ഥിതികളുണ്ടാക്കി പലപ്പോഴും ആകാശലോകവുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾക്ക് പേര് നൽകി ആകാശലോകം ഉൾപ്പെടെയുള്ള ആസ്ട്രോണമി, അസ്ട്രോളജി പോലെയുള്ള ലോകവുമായി ബന്ധപ്പെട്ട് ഭരണ സംവിധാനങ്ങളും വ്യവസ്ഥിതികളും ഉണ്ടാക്കി ഭരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏകജീവി മനുഷ്യനാണ്. കാട്ടിലെ മനുഷ്യനേക്കാൾ എത്രയോ വലുപ്പമുള്ള ആനയെ പിടിച്ച് മെരുക്കി കാൽക്കൽക്കിടയിലാക്കി കൊണ്ടു നടക്കാൻ ശേഷിയുള്ള ഏകജീവി മനുഷ്യന്. ആനയെ പിടിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് നിയമം തീരുമാനിക്കാൻ പറ്റുന്ന വനം വകുപ്പ് മന്ത്രിയുള്ള ഏകജീവി മനുഷ്യന്. കടലിലിറങ്ങിയാൽ ആ കടലിൽ മീൻ പിടിക്കാമോ പിടിക്കരുതോ എന്ന് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനും, പറ്റുന്ന സമയവും പറ്റാത്ത സമയവും ഏതാണെന്ന് തീരുമാനിക്കാനും, അങ്ങനെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നവനായുള്ള ഏകജീവി മനുഷ്യനാണ്. കരയും കടലും കാടും നാടും എന്ന വ്യത്യാസമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കയറി ഇടപെടാൻ അവസരം നൽകപ്പെട്ട ഏകജീവി മനുഷ്യനാണ്. ആ മനുഷ്യനർഹിക്കുന്ന അന്തസ്സ് കാത്തു സൂക്ഷിക്കപ്പെടണം. അതിന് സൃഷ്ടിച്ചൊരു സൃഷ്ടാവിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാതെ പോയാൽ വലിയ അന്തസ്സുള്ളവനാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവനാണ്, വലിയ വിവരമുള്ളവനാണെന്ന് പറയുമ്പോഴും അവൻ പലർക്കും പലതിനും വഴങ്ങും. അവൻ സുപ്രീം കോടതി ജഡ്ജിയാണെന്ന് പറഞ്ഞാലും അവനൊരു വഴക്കം അവനിൽ രൂപപ്പെടാൻ അവനിൽ ജന്മന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ട അത്ഭുതങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ കുനിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ ലോകം മുഴുവനും പടച്ച ഒരു പരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവിന് മുമ്പിലെ കുനിയു എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വലിയ മഹത്വമുള്ളൊരു പ്രസ്താവനയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള മനുഷ്യൻ അതാരാണ്? അത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യ മനുഷ്യൻ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഉൾപ്പെടുന്ന മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവ് സയ്യിദുൽ അംബിയ ഇവൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ കുറിച്ച് ഒരു വിശ്വാസി പറയുന്നത് എന്താ? അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പിന്നെ ഇതിന്റെ മേലെ ഒരു മഹത്വമുള്ള ഒരു നബിയില്ല, ഒരു വലിയില്ല, ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് തന്നെ ആ നേതാവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇനി മുസ്ലിമിന്റെ ജീവിതത്തിൽ മറ്റൊരാളെ ബഹുമാനിച്ചാൽ അവിടെ അന്തസ്സത്ത സമർപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു പരാജയം വരാനില്ല. അതാണ് ഈ വിശ്വാസത്തിന്റെ പ്രസക്തി. എത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടാലും ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലെ ചേതോവികാരം, ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലെ പ്രഥമശക്തി, പ്രധാന ശക്തി, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചാലകശക്തി ആരാണെന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ റബ്ബിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ്, അവന്റെ പരിശുദ്ധിയെ, അവന്റെ മഹത്വത്തെ
വിളിച്ചു പറയാൻ പറ്റും വിധം അന്തസ്സോടെ എന്നും ഒരേ ലെവലിൽ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന ആദർശമാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാനിന്റെ ഒരു ജീവിത രീതി എങ്ങനെയാ രൂപപ്പെടുത്തേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസകൽ ഉർവത്തൽ വുസ്ഖാ ലം ഫിസ്വാമ ലഹാ. ഇസ്ലാമിൽ ഒരിക്കലും നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കേണ്ട ഒരു ഗതികേടില്ല. ഒരു വിഷയത്തിലും ഇസ്ലാമിൽ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇസ്ലാം പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കാം, മദ്യപിക്കരുത്. വെള്ളം കുടിക്കാം, പാല് കുടിക്കാം, ജ്യൂസ് കുടിക്കാം, പക്ഷെ നിങ്ങൾ മദ്യപിക്കരുത്. ഇത് നിർബന്ധിച്ച് പറയേണ്ടതുണ്ടോ? എല്ലാവരുടെയും ആവശ്യമാണത്. ഒരു മനുഷ്യൻ അന്തസ്സോടെ നിലനിൽക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യരുത്? മദ്യപാനിയാകരുത്, അവൻ ലഹരിയുടെ ആളാകരുത്. അവൻ എന്നും അവന്റെ അന്തസ് അവന് കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ അവന് ലഹരി ഉണ്ടാകരുത്. അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയം. ആ ആശയം ഇസ്ലാം പറയുന്നു, മദ്യം, ലഹരി അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പരസ്പരം വളർത്തുക, പരസ്പരം സഹായിക്കുക, പരസ്പരം സേവനം ചെയ്യുക. അത് വലിയൊരു വികാരമാണ്. നിങ്ങൾ നോക്കൂ, എൻ്റെ സദസ്സിലുള്ള ഏകദേശം മുതിർന്ന ആൾക്കാരും കുടുംബം പരിപാലിക്കുന്നവരായിരിക്കും, പരിപാലിച്ചവരായിരിക്കും. ഈ കുടുംബം പരിപാലിച്ചൊരു പുരുഷനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ധരിച്ച ഈ ഒരു ഷർട്ട് പുതിയതായി ഷർട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയോ തുന്നിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എത്ര വസ്ത്രം വാങ്ങിയിട്ടുണ്ടാകും? ഉദാഹരണത്തിന് ഈ വസ്ത്രം ധരിച്ചത് കഴിഞ്ഞ വലിയ പെരുന്നാൾക്കാണെന്ന് വെക്കുക. ആ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നിങ്ങൾ എത്ര കൂട്ടം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാവും? മകൾക്ക്, മകന്, ഭാര്യക്ക്, ഇങ്ങനെ പലർക്കും വാങ്ങിയിട്ടുണ്ടാവും. ഒരു കൂട്ടം ഡ്രസ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ അതിലധികം ഡ്രസ്സ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ ഡ്രസ്സ് നിങ്ങൾ ധരിക്കുമ്പോൾ ഉള്ള സുഖവും നിങ്ങളെ ക്യാഷ് കൊണ്ട്, നിങ്ങളെ അധ്വാനം കൊണ്ട് ഒരു മകളോ ഒരു ഭാര്യയോ മകനോ ഡ്രസ്സ് വാങ്ങി ധരിക്കുമ്പോഴും നിങ്ങൾക്ക് ഏത് സമയത്താണ് സ്വന്തം ഡ്രസ്സ് ധരിക്കുന്നപ്പോഴാണോ കൂടുതൽ ആനന്ദമുള്ളത്? അതല്ല നിങ്ങൾ ആശ്രിതരായ മറ്റൊരു മനുഷ്യന് ഡ്രസ്സ് ധരിപ്പിക്കുമ്പോഴാണോ? നല്ല മാനസികാവസ്ഥയുള്ളവൻ പറയും, മനസ്സ് ശുദ്ധമായവൻ പറയും, സ്വന്തം ധരിക്കുന്നതിനേക്കാൾ സുഖമുള്ള ഒന്നാണ് മറ്റുള്ളവരെ ധരിപ്പിക്കൽ. ഇനി ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നമ്മളൊരു പെരുന്നാൾക്ക് നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചു, നമ്മൾ എന്നും കാണുന്നൊരു പാവ ഒരു മനുഷ്യനുണ്ട്, അവനോട് തമാശയ്ക്ക് ചോദിച്ചു പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? അവൻ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത് ചോദിച്ചപ്പോഴും അവൻ കേൾക്കാത്ത പാവം നടിച്ചു. മൂന്നാമത്തെ ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണ് നനയുന്നു. എന്തു പറ്റി? ഇത് വലിയ വിഷമത്തില, ഒരു കൂട്ടർ ഡ്രസ്സ് അടിക്കാനുള്ള കെൽപ്പില്ല, വലിയ വിഷമം തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു? വേറെ എന്തോ ഒരു ആവശ്യത്തിന് വെച്ച ക്യാഷ് ബാക്കിയുണ്ടായിരുന്നു. ആ ക്യാഷ് എടുത്ത് അവനെ കൊണ്ടൊരു കൂട്ടം ഡ്രസ്സ് തയ്പ്പിച്ചു, തുന്നിച്ചു. അവനത് ധരിക്കുന്നൊരു സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് എന്തൊരു സുഖം ഉണ്ടാകും. സർവീസ് എന്ന് പറയുന്നത്, ഖിദ്മത്ത് എന്ന് പറയുന്നത്, മറ്റുള്ളവരെ സേവ ചെയ്യുക എന്ന് പറയുന്നത്, അതൊരു മനുഷ്യനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സുഖമുള്ള ഒന്നാണ്. മനുഷ്യനിൽ മാനുഷികത നിലനിൽക്കുമ്പോൾ നിങ്ങൾ സഹോദരിമാരോട് ചോദിച്ചു നോക്കൂ. രാവിലെ അവർ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് എത്ര പേർക്കാ? വീട്ടിലെ വാപ്പയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, പലർക്കും പാചകം ചെയ്യും. ഒരു സമയം 10 പേർക്കോ അല്ലെങ്കിൽ ഇത്രയെങ്കിലും പേർക്ക് ഭക്ഷണം പാചകം ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴാ സുഖം കൂടുതൽ, സന്തോഷം കൂടുതൽ എപ്പോഴാ? ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം സ്വന്തം കഴിക്കുന്നതിനേക്കാൾ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീക്ക് സുഖം അനുഭവിക്കുന്നത് മറ്റൊരാളെ കഴിപ്പിക്കുമ്പോഴാ. ശരിയല്ലേ? ഇതാണൊരു ശരി. സയ്യിദുൽ ഖൗമി ഖാദിമുഹും.
മനുഷ്യർ ലീഡറാകണം. ഒരു വീട്ടിലെ ഒരു ഉമ്മ ആ വീട്ടിലെ ലീഡറാണ്. ഒരു വീട്ടിലെ ഒരു ബാപ്പ ആ വീട്ടിലെ ലീഡറാണ്. ഓരോ മനുഷ്യനും അവന്റെ ജീവിത പശ്ചാത്തലത്തിൽ ഈ ലീഡർഷിപ്പ് പരിശീലിച്ചു വരണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം. അതേസമയത്ത് ഇന്ന് പലപ്പോഴും പലരും ആർട്ടുകളുടെ പേരിൽ, കലകളുടെ പേരിൽ സിനിമയായും മറ്റുമൊക്കെ തല്ലുമാല പഠിപ്പിച്ച് നല്ല കഴിവുള്ള ചിന്താശേഷിയുള്ള പുതിയ കാലത്തെ മക്കളെയൊക്കെ തമ്മിൽ എന്നിട്ട് അവർ കോടികൾ കൊയ്തെടുക്കുക. സമൂഹത്തെ ചൂഷണം ചെയ്തവർ ജീവിക്കുക. കോടികളാണ് ഓരോ സിനിമകളുടെയും ലാഭമെന്നാണ് കേട്ടത്. എന്നിട്ട് ഈ മക്കളെയൊക്കെ അവർ തമ്മിൽ തല്ലിച്ചാകുമ്പോൾ അവരവരുടെ ഉമ്മമാരനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. യാതൊരു വിഷമവും ഇല്ലാതെ തൻ്റെ കൂടെ പഠിക്കുന്ന ഈ കുട്ടിയെ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മതിയായ കാരണമൊന്നുമില്ല. എന്തോ 2 കമന്റ് പറഞ്ഞത് 2 ആയിപ്പോയി. ഞാനൊരു സ്കൂളിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടീച്ചേഴ്സ് സംശയം ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, മാരകമായ ദുസ്വഭാവമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കണ്ടയോ? അപ്പം ഞാനൊരു ഉദാഹരണം പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ നിന്ന് +1 പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ ഞങ്ങൾ പുറത്താക്കി. എന്തേ കാരണം? +1ലും +2ലും പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ അങ്ങനെ 2 പേരെ പുറത്താക്കി. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അവർ പറഞ്ഞു, +1ൽ പഠിക്കുന്ന വിദ്യാർത്ഥി +2ൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഷർട്ടിന്റെ ബട്ടൺ ഇടടാ. അപ്പോൾ +2ലെ വിദ്യാർത്ഥി മറുപടിയായിട്ട് ചോദിച്ചു, ഞാൻ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? +1കാരൻ അതിന് മറുപടി പറഞ്ഞു, ഇട്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ കയറി തല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ +2ലെ വിദ്യാർത്ഥി പറഞ്ഞു, എന്നാ നീ തല്ലുന്നതൊന്ന് കാണണം. അവൻ അന്ന് ഷർട്ടിന് ബട്ടൺ ഇട്ടില്ല. ഈ +1ലെ വിദ്യാർത്ഥി +2ലെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയിട്ട് ഈ കുട്ടിയെ വലിച്ചിട്ട് തല്ലി. അപ്പൊ ഈ ടീച്ചേഴ്സ് ചോദിക്കുന്നു, ഇവരെ പുറത്താക്കണ്ടേ? ഇവരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ കുട്ടികളോട് സംസാരിച്ചിരുന്നോ? ഈ കുട്ടികൾ പലപ്പോഴും ബ്രെയിൻ വാഷിങ്ങിന് വിധേയമാണ്. ഏതുപോലെ? ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നില്ലേ? ഒരു +1ൽ പഠിക്കുന്ന വിദ്യാർത്ഥി അവനേക്കാൾ 1 വയസ്സിന് മൂത്ത +2ൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഷർട്ടിന്റെ ബട്ടൺ ഇടുക എന്ന് പറയാൻ ന്യായമായി വല്ല ന്യായമുണ്ടോ? വല്ല നീതിയുണ്ടോ? അങ്ങനെ ഇടാത്തതിന്റെ പേരിൽ അവന്റെ വീട്ടിൽ പോയി തല്ലാനോ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനോ എന്തെങ്കിലും മാനുഷികമായ വല്ല മൂല്യമുണ്ടോ? ഇല്ല. പക്ഷെ അവനത് ചെയ്യുന്നു. ആരാണ് ഇവനെ പറ്റിച്ചതാരാ? അത് മനസ്സിലാകാൻ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ, എൻ്റെ സദസ്സിൽ വന്ന വിദ്യാർത്ഥികളുടെ തലയിൽ നിങ്ങളാരും നോക്കരുത്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ തല നോക്കിയാൽ അവരുടെ ഹെയർ ഡ്രസ്സിങ്ങിൻ്റെ മോഡലുകൾ നോക്കും നിങ്ങൾ. പലരും പല ഫാഷന്. ഒരു ദിവസം ഞാനൊരു നിക്കാഹിന് ക്ഷണിക്കപ്പെട്ട സദസ്സ് പോയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വന്നു. എന്ത്? എൻ്റെ സദസ്സിൽ ഞാൻ ഇരുന്നതിൻ്റെ നേരെ ഫേസ് ചെയ്ത് വരുന്നത് ഒരു കുട്ടിയുടെ തലയാ. ഈ തലയാണെങ്കിൽ കണ്ടാ വിചാരിക്കും ഇവൻ ഉണ്ടായതിനു ശേഷം തല കുളിച്ചിട്ടില്ല. പക്ഷെ നോക്കുമ്പോൾ അതൊരു ഫാഷന്റെ ഒരു മോഡലാ. പണ്ടൊക്കെ ഒരു മനുഷ്യൻ തലമുടി വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ ചെയ്യുക? ചീകി വെക്കുകയാണ് ചെയ്യുക. എല്ലാവർക്കും അറിയാം. ചീർപ്പ് അതെന്തിനാ? മുടി ചീകാനാണ്. അപ്പൊ മുടി വൃത്തിയാക്കുന്നതിന്റെ രൂപം എന്താ? മുടി ചീകല. ഇന്ന് പക്ഷേ ഫാഷൻ എന്താ? കുട്ടികൾക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നല്ല കേട്ടോ. ശരിയാണെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കണം, ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്തുകയും ചെയ്യാം. ചീകി വെക്കുന്നതിന് പകരം ഈ ഫാഷന്റെ സ്വഭാവം എന്താ? മുടിയുടെ ഇടയിൽ വിരലിട്ടിട്ട് 4 കൊടയ. ഇതാണ് ഫാഷൻ. ആരാണ് ഇവരെ പറ്റിച്ചത്? ഇവരെ വഞ്ചിച്ചത് ആരാ? നിങ്ങൾ നോക്കൂ, ലോകത്ത് വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ, എക്സിക്യൂട്ടീവ് പൊസിഷനുകളിൽ ജീവിക്കുന്ന ഭരണാധികാരികൾ, മനുഷ്യരിലെ ഉന്നതർ, അവരുടെയൊക്കെ എക്സിക്യൂട്ടീവ് ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. അവിടെയും ഇവിടെയും പരണ്ടുകയോ ചുരണ്ടുകയോ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് സ്റ്റൈലല്ല. ആകെ ഒരു ലോകരാജ്യങ്ങൾ പഠിച്ചാൽ 1 2 രാജ്യങ്ങളിലെ ഒറ്റപ്പെട്ട ഭരണാധികാരികൾ മാറ്റി നിർത്തിയാൽ ലോകത്തെ ഭരണാധികാരികളിൽ, അതുപോലെ ലോകത്തെ എക്സിക്യൂട്ടീവിസം കീപ്പ് ചെയ്യുന്ന, മാനറിസം കീപ്പ് ചെയ്യുന്ന
ലോക മനുഷ്യരിലെ ഉന്നതരെല്ലാം കീപ്പ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് സ്റ്റൈൽ. അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുടിയെ ബഹുമാനിക്കണം. തലയിലെ ഈ മുടി എന്നത് നിന്റെ ഭംഗിയാണ്, അത് ഭംഗിക്ക് പറ്റുന്ന രീതിയിൽ കൊണ്ടു നടക്കണം. പക്ഷെ ഈ ഭംഗി വികൃതമാക്കാൻ ഈ മക്കളെ പ്രേരിപ്പിക്കുന്നത് ആര് എന്ന് പഠിച്ചാൽ മനസ്സിലാകും, ഇവരുടെ ഫ്രീഡത്തിനുമേൽ കൈവെക്കുന്ന ഒരു നീചമായ ഒരു കടന്നുകയറ്റം ആർട്ടുകളുടെ പേരിൽ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ മക്കൾക്ക് കരകയറണമെങ്കിലുള്ള ഒരേ ഒരു മാർഗം ഏതാ? ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. സയ്യിദുന ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ വരുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം 75 പേര് മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ട് ബൈഅത്ത് ചെയ്തു. അതിനുശേഷം ഈ 75 മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ചു, നബിയെ, അങ്ങ് ഞങ്ങളെ മദീനയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ആശ്രിതർക്കും നൽകുന്ന സംരക്ഷണം അങ്ങേക്കും അങ്ങയുടെ കൂടെ വരുന്ന അനുചരന്മാർക്കും ഞങ്ങൾ നൽകാം. നിങ്ങൾ ഞങ്ങളെ മദീനയിലേക്ക് വരണം. അവർ ക്ഷണിച്ചു. ഈ ക്ഷണിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അന്ന് 12 വയസ്സെങ്ങാനേ ഉള്ളൂ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തുകളുമായി ദൂതന്മാര് വ്യത്യസ്ത രാജാക്കന്മാരെയും വ്യത്യസ്ത പ്രമുഖരെയും ചെന്ന് കാണുന്ന കൂട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച കള്ളപ്രവാചകനായിരുന്ന ഒരു മനുഷ്യന് മുമ്പിലും കത്തുമായി ചെന്നു. ആ കത്ത് കൊണ്ടുപോയത് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഏത് സമൂഹത്തിലെ ലീഡറും മറ്റൊരു സമൂഹത്തിലെ ലീഡർ ഒരു കൊടുത്തയച്ച ദൂതുമായി വന്ന ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കില്ല. അതൊരു മാനേഴ്സ് ആയിരുന്നു. പക്ഷേ അവർ അത് ലംഘിച്ചു. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട് അവർ ചോദിച്ചു, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ പ്രഖ്യാപിക്കുമോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വഴങ്ങിയില്ല. അവരെന്ത് ചെയ്തു എന്നറിയാം? പിടിച്ചു വെച്ചിട്ട് ശരീരത്തിന്റെ 2 ഭാഗത്തു നിന്ന് പിടിച്ചു വെച്ചതിന് ശേഷം പച്ചയായി ശരീരത്തിൽ നിന്നൊരു മാംസപിണ്ഡം മുറിച്ചെടുത്തു. കത്തി കൊണ്ട് അരിഞ്ഞെടുത്തിട്ട് മുമ്പിലിട്ടു. ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മുമ്പിലെ ഈ മാംസപിണ്ഡം ഇങ്ങനെ പിടക്കുകയാണ്. വേദന കൊണ്ട് പുളയുന്ന ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാൻ നീ സന്നദ്ധമാണോ? കള്ളം പറഞ്ഞ് പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുടെ ഈ പ്രസ്താവനയെ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അവഗണിച്ചു, പരിഗണിച്ചില്ല. അവർ വീണ്ടും വീണ്ടും ഓരോ പീസായി മുറിച്ചു. ഓരോ പീസായി ഇഞ്ചിഞ്ചായി ശരീരം മുറിച്ചു. വീണ്ടും വീണ്ടും അവർ ചോദിച്ചപ്പോഴും ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു ആദർശത്തിൽ. അവസാനം ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങനെ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കൊച്ചു കുഞ്ഞായിരിക്കും മുതൽ വളർന്നു വരുന്ന സമയത്തെല്ലാം സംശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി കണ്ടു വളർന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബിലുള്ള ആഭിമുഖ്യമാണത്. ആ ആഭിമുഖ്യത്തിന്റെ പേരിൽ മരണം മുന്നിൽ കാണുമ്പോഴും അവരെ പ്രചോദിപ്പിച്ചത് എന്താണെന്നറിയോ? അവര് സമൂഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഒരു കാലത്ത് ജീർണതയെ ആരാധിച്ചിരുന്നൊരു സമൂഹം, വ്യഭിചാരം ആരാധനയോടെ നോക്കിക്കണ്ടിരുന്നൊരു സമൂഹം, മദ്യപാനത്തെ ആരാധന പോലെ നോക്കിക്കണ്ടിരുന്നൊരു സമൂഹം, ചൂതാട്ടം ഒരു ആത്മാഭിമാനമായി കണ്ടിരുന്നൊരു സമൂഹം, കയ്യൂക്ക് ഞങ്ങളുടെ ജീവിത മാർഗമായി കണ്ടിരുന്ന സമൂഹം, അതിനു പകരം ഞങ്ങളെ പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും ഇങ്ങനെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത മനുഷ്യർക്കെല്ലാവർക്കും ആവശ്യമുള്ള വലിയൊരു ആദർശം, ആ ആദർശം ഞങ്ങൾക്ക് പകർന്നു തന്ന നേതാവിന് വേണ്ടി ഞങ്ങൾ ജീവൻ സമർപ്പിക്കാനും സന്നദ്ധമാണ്. ഈ ആദർശം ലോകത്ത് നിലനിന്നാലേ മനുഷ്യന്റെ അന്തസത്ത നിലനിൽക്കുകയുള്ളൂ. ഇന്നൊരു പക്ഷേ നമ്മളൊക്കെ സൃഷ്ടിച്ച റബ്ബിന് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് തീരുമാനിക്കാനും ഏതെങ്കിലും ജീവജാലങ്ങളുടെ ബേക്ക് ഭാഗത്ത് പോയി കൈകൂപ്പേണ്ട ഗതികേടില്ലാതെയൊക്കെ ആകാൻ കാരണം ഈ മഹാന്മാർ ജീവൻ കൊടുത്തി ആദർശം വളർത്തിയത് കൊണ്ടാണ്.
അവര് ജീവൻ കൊടുത്ത് ഈ ആദർശം സംരക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മളൊരു കല്ലിന്റെ മുമ്പിൽ കുമ്പിടേണ്ട ഗതികേടില്ല. നമ്മൾ ഏതെങ്കിലും ജീവിയുടെ മുമ്പിൽ കുമ്പിടേണ്ട ഗതികേടില്ല. ഇങ്ങനൊരു ഗതികേടില്ലാതെ വന്നത് ഈ മഹാന്മാർ ജീവിതം നമുക്ക് വേണ്ടി ഈ രീതിയിൽ സമർപ്പിച്ച് ഈ ആദർശം വളർത്തിയത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇന്ന് സമൂഹം ദുർബലമാകുന്നത് എവിടെയാ? വേറെ ആരോ ഉണ്ടാക്കിയ ഏത് ജീർണതയും തലയിലേറ്റാൻ വേണ്ടി ക്യാഷ് ചെലവാക്കുന്ന ദുർബലരായി നമ്മൾ മാറുന്നത് എപ്പോഴാ? ശരിയായ അന്തസ്സത്തയും ശരിയായ സുഖവും ശരിയായ മൂല്യവും നമ്മൾ അറിയാതെ പോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിലേറ്റെടുക്കാൻ കഴിയണം. അതായത് ശരിയും തെറ്റും ഇങ്ങനെ പച്ചയായി തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരു ഹെയർ ഡ്രസ്സിങ്ങിൽ ഏത് ശരി ഏത് തെറ്റ് എല്ലാവർക്കും തെളിഞ്ഞു നിൽക്കുന്ന ശരി, എല്ലാവർക്കും മനസ്സിലാകുന്ന തെറ്റുകൾ. അതുപോലെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഏത് ശരി ഏത് തെറ്റ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് ശരി ഏത് തെറ്റ്, എല്ലാവർക്കും തെളിഞ്ഞ സത്യങ്ങൾ. പക്ഷെ ഈ തെളിഞ്ഞ സത്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ 2 പോയിന്റുകൾ ഉണ്ടാകണം. ഈ 2 പോയിന്റ് ഇല്ലെങ്കിൽ ആദർശങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഈ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പഠിച്ച് പാസ്സാകുന്ന മക്കളാണ് ഈ തമ്മിത്തല്ലിക്കൊല്ലുന്നത്. അവരുടെയൊക്കെ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ പലരും വമ്പന്മാരാ. പക്ഷെ അവർ തമ്മിൽ തല്ലിക്കൊല്ലുകയാ. ഡിഗ്രിയും PGയും ഉള്ള വിദ്യാർത്ഥികൾ വരെ ഈ വിദ്യാർത്ഥി കാലയളവിലെ സംഘടനയുടെ പേരിൽ തമ്മിത്തല്ലി കൊല്ലുന്നത് നമ്മൾ നിരന്തരം കാണുകയാ. ആരാണിത് പഠിപ്പിക്കുന്നത്? ഇതിനെന്താ പരിഹാരം? ഒരേ പരിഹാരമേ ഉള്ളൂ. എല്ലാം ശരിയും തെറ്റും വ്യക്തമായ കാലത്തും നിങ്ങൾക്കൊരു ശരിയുടെ വക്താവാകണമെങ്കിൽ നിങ്ങൾ ഈ ഇത്തരം താകൂത്തുകളുടെ പിന്നാലെ, ഒരു സ്പോർട്സ് എന്നത് സ്പോർട്സ് വിട്ടിട്ട് അത് നമ്മെ കാർന്നു തിന്നുന്നൊരു ജ്വരമായാൽ അതൊരു താകൂത്ത് തന്നെയാണ്. ഒരു സ്പോർട്സ് എന്തിനാ? ഒരു ഫുട്ബോൾ കളിക്കുന്നത്, ഫുട്ബോൾ കൊണ്ടൊരു മനുഷ്യന് കിട്ടേണ്ട നേട്ടം എന്താ? പാതിരാ സമയത്ത് തൻ്റെ ഉറക്കം കളയലാണോ നേട്ടം? പാതിരാ സമയത്ത് തൻ്റെ ബലപ്പെട്ട ക്യാഷ് എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാരുടെ ആഭിമുഖ്യത്തിന്റെ പേരിൽ ഇവിടെ ഇടിച്ചു തള്ളുന്നതാണോ നിന്റെ കഴിവ്? ഇത് നേട്ടമാണോ? അതേ സമയത്ത് നീ ഫുട്ബോൾ കളിക്ക്. നീ ഫുട്ബോൾ കളിച്ചിട്ട് നിന്റെ ശരീരത്തിൽ ചലിക്കട്ടെ, ശരീരത്തിന്റെ ഓരോ സന്ധികളും ചലിക്കട്ടെ. അങ്ങനെ ചലിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. നീ സന്തോഷത്തോടെ ഒരു ശരീരം ഇളകുന്നൊരു കളി കളിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നിന്റെ ശാരീരികാരോഗ്യം സംരക്ഷിക്കപ്പെടും. ഡോപ്പമിൻ ഉൾപ്പെടെയുള്ള 5 പ്രധാന എൻസൈമുകളും ഹോർമോണുകളും നിന്റെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടും. അങ്ങനെ നിർമ്മിക്കപ്പെട്ട് നീ ശാരീരികമായി ചലിക്കുന്നത്, നിന്റെ ശാരീരിക വ്യായാമം, അത് നിനക്കുപകാരം ചെയ്യും. മറ്റാരോ എവിടെയോ കളിക്കുന്നതിൻ്റെ പേരിലുള്ള ഈ ജ്വരം, അത് നിന്റെ അന്തസ്സത്തയോട് ചേർന്നതല്ല, നിന്റെ മൂല്യത്തോട് ചേർന്നതല്ല. നിന്റെ മൂല്യം എന്താണ്? നിനക്കുപകാരമുണ്ടാകണം, അല്ലെങ്കിൽ നിന്റെ സൊസൈറ്റിക്ക് ഉപകാരമുണ്ടാകണം. നിന്റെ സൊസൈറ്റിയുടെ സാമൂഹിക വ്യവസ്ഥിതിയെ കെട്ടിപ്പടുക്കുന്നതാകണം അത്, എങ്കിൽ അതിനർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിന്റെ സമൂഹത്തിലെ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ കെട്ടിപ്പടുക്കുന്നതാകണം, അതിനർത്ഥമുണ്ട്. അതുമല്ലെങ്കിൽ നിന്റെ സമൂഹത്തിലെ ആരോഗ്യ വ്യവസ്ഥിതിക്ക് ശക്തി പകരുന്നതാണെങ്കിൽ അതിനർത്ഥമുണ്ട്. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ കൂപ്പുകുത്തി ജീവിക്കുന്നത് അന്തം കെട്ട പരിപാടിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ത്വാഗൂത്തിന്റെ പിന്നാലെ പോകരുത്. നമ്മുടെ പുതിയ കാലത്തെ സഹോദരിമാർ, അവർ മനസ്സിലാക്കണം, ഒരു പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീക്ക് അവളുടേതായ ഒരു നൈസർഗികമായ ഒരു താല്പര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു പുരുഷൻ ഒരു പറമ്പിലിറങ്ങി കൃഷി ചെയ്യുകയാണ്, ശാരീരികമായി വല്ല വേലയും ചെയ്യുകയാണ്. ആ വേല ചെയ്യുന്ന സമയത്ത് അവൻ അരമുട്ട് മറയുന്ന ഒരു പാൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്ത്രമോ ധരിച്ചിരിക്കുന്നു.
അവന്റെ ശരീരത്തിലെ മാറും കൈയും കാലുമൊക്കെ മറ്റു ഭാഗങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ജോലി സൗകര്യത്തിന് വേണ്ടി അവൻ അങ്ങനെ വസ്ത്രം ധരിച്ച് ജോലി ചെയ്യുകയാണ്. അവനെ ഏതെങ്കിലും ഒരു സ്ത്രീ കാമത്തോടെ നോക്കിയാൽ അവന്റെ ശരീരത്തിന് വല്ല പോറലും മനസ്സിന് വല്ല പോറലും ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ദീർഘകാലത്തെ പഠനം നടത്തിയ എല്ലാ മനഃശാസ്ത്ര സ്രോതസ്സുകളും പറയുന്നു എനി പെയിൻ, അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതേ സമയത്ത് ഈ സഹോദരിമാർ പുതിയ കാലത്തെ ഈ വഞ്ചിക്കപ്പെട്ട ഈ ഒരു ചെറിയ ചാപല്യങ്ങളുടെ പേരിൽ സഹോദരിമാര് ധരിക്കുന്ന, പുതിയ കാലത്തെ പെൺകുട്ടികൾ ധരിക്കുന്ന വേഷവിധാനങ്ങളിൽ നല്ലൊരു ശതമാനം ശരീരം പ്രദർശിപ്പിക്കാനുള്ളതാണ്. ഈ പ്രദർശിപ്പിക്കുന്ന ശരീരഭാഗത്തേക്ക് ഒരു പുരുഷൻ കാമത്തോടെ നോക്കിയാൽ ആ സ്ത്രീക്ക് പ്രയാസമുണ്ടാകുമെന്നത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു പരമസത്യമാണ്. എങ്കിൽ ഇത് മനസ്സിലാക്കി തരുന്നത് എന്താ? ഇത് മനസ്സിലാക്കി തരുന്നത് നിന്റെ ഒരു ജന്മനാ ഉള്ള അവകാശമാണ്, ജന്മനാ ഉള്ള താല്പര്യമാണ് നിന്റെ ശരീരഭാഗം മറക്കാനുള്ള താല്പര്യം. ശരീരഭാഗം മറക്കുക എന്നത് നിന്റെ മാനസികമായ സ്വസ്ഥതക്കും സൗകര്യത്തിനും നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. പ്ലസ് നിന്റെ കുലീനതയുടെ ഭാഗമാണത്. ഒരു സ്ത്രീയുടെ കുലീനതയുടെ ഭാഗമാണ് ഏത് മതത്തിലായാലും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം. മനുഷ്യരുൾക്കൊള്ളുന്ന ഏത് മതത്തിലായാലും ഏത് വ്യവസ്ഥിതിയിലാണെങ്കിലും ഒരു സ്ത്രീയുടെ കുലീനതയുടെ ഭാഗമാണ് ശരീരം മറക്കുക എന്ന് പറയുന്നത്. ഏത് ഗോസ്ത്ര വ്യവസ്ഥിതിയായിട്ട് പഠിക്കൂ നിങ്ങൾ. മനുഷ്യ സമൂഹത്തിൽ എവിടെയെല്ലാമുള്ള ഏതൊക്കെ മാനുഷിക ചിന്തകളുണ്ടോ അവിടെയെല്ലാം ഒരു സ്ത്രീയുടെ കുലീനതയാണ് ശരീരം മറക്കുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ജന്മനാ ഉള്ള ഒരു ശരീരം, മാനസിക പ്രകൃതമാണത്, ശരീരം മറക്കാനുള്ള താല്പര്യം. ഈ ശരീരം മറക്കാനുള്ള താല്പര്യത്തിന് മുന്നിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വഞ്ചിച്ചതാര് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഷഹാദത്ത് കലിമയിലേക്ക് മടങ്ങണം. നിങ്ങൾ ഏതോ ത്വാഗൂത്തിന്റെ പിന്നിൽ പോയപ്പോ നിങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചൂരി ഇവിടെയുള്ള ആർട്ടുകളും ഇവിടെയുള്ള പുതിയ കാലത്തെ പുതിയ പരിഷ്കാരങ്ങളും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരെ ഇങ്ങനെ കടന്നുകയറ്റവുമായി പലരും കടന്നു വരുമ്പോഴും തിരിച്ചറിയാൻ ശേഷിയില്ലാതെ നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസം അത് ചപ്പും ചവറുമാണ്. പേരിന് കൂടെ നിങ്ങൾ എഴുതി വെക്കുന്ന അക്ഷരങ്ങൾ ഡിഗ്രിയുടെ പേരിലും PGയുടെ പേരിലും എത്ര തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം മാനം മറക്കാനുള്ള നിങ്ങളുടെ ശേഷിയും നിങ്ങളുടെ സ്വാർത്ഥതയും നിങ്ങളുടെ സ്വന്തം ആവശ്യവും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന കാലത്തോളം നിങ്ങളുടെ വിദ്യകൾ നിങ്ങൾക്ക് അലങ്കാരമല്ല, അതൊരു അപജയമാണ്. നിങ്ങളെ കൊഞ്ഞനം കുത്തുന്നതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. സ്വന്തം അന്തസ്സ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന കാലത്തോളം ഇതൊരു അപജയമാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, നിങ്ങൾ പഠിക്കണം ഞാൻ ഈ പറയുന്നത്. ഇപ്പം അത് സവിസ്തരം വിശദീകരിക്കാനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ട്, വളരെ കുറഞ്ഞ ഭാഗമായതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും. പഠിക്കാൻ ഇന്ന് സൗകര്യം ധാരാളമല്ലേ? മുമ്പൊക്കെ ഒരുപാട് പഠിക്കാൻ പുസ്തകങ്ങൾ ധാരാളം വായിക്കണമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇച്ചിരി ക്യാഷ് പെയ്ഡ് ആയാൽ വേണമെങ്കിൽ ഈ AI റിസോഴ്സുകളിൽ നിന്ന് പുസ്തക സഹിതം നിങ്ങൾക്ക് ഓരോ എവിഡൻസ് സഹിതവും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം മുസ്ലിം ആകണം, എന്നാലേ അന്തസ്സോടെ ജീവിക്കാൻ പറ്റൂ. അതിനെന്തു വേണം? നിങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം ചാപല്യങ്ങളുടെ ഈ കുത്തൊഴുക്കുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടാവായ, പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കണമെങ്കിൽ എന്തു വേണം? ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്തിന്റെ സ്റ്റൈൽ ഫോളോ ചെയ്യണം. സ്വഹാബത്തിന്റെ സ്റ്റൈൽ ഫോളോ ചെയ്യണം. എന്താണ് സ്വഹാബത്തിന്റെ സ്റ്റൈൽ? എന്താ സ്വഹാബത്തിന്റെ രീതിശാസ്ത്രം? എന്താ? നിങ്ങൾ പഠിച്ചു നോക്കൂ. സ്വഹാബത്തിന്റെ ശൈലി എന്ന് പറയുന്നത്
ഡെഡിക്കേറ്റഡ് പ്രസൻസ്, സമർപ്പിത സാന്നിധ്യം. സമർപ്പിത സാന്നിധ്യം, അതാണ് സ്വഹാബത്തിന്റെ സ്റ്റൈൽ. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നപ്പോ മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞൊരു വാചകം ഹദീസുകളിൽ കാണാം. അതായത് മുശ്രിക്കീങ്ങളിലെ ഇടനിലക്കാരനായി സംസാരിക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു, മുശ്രിക്കീങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ വന്ന ആളായിരുന്നു അന്ന് ഉർവ. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ വാചകമുണ്ട്, വലഖദ് വഫത്തു അലൽ മുലൂക്ക്. ഞാൻ പലപ്പോഴും മക്കയെ പ്രതിനിധീകരിച്ച് പല രാജാക്കന്മാരെയും അഡ്രസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാന സംഘത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അംബാസിഡർ റോൾ നിർവഹിച്ചിട്ടുണ്ട് പലപ്പോഴും പല രാജാക്കന്മാരുടെ മുമ്പിലും. ما رأيت ملكا قط يعظمه أصحابه ما يعظم أصحاب محمد محمدا. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു അനുയായിയും ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏത് കാലത്താ പറയുന്നത്? രാജാക്കന്മാരെ അനുയായികൾ സുജൂദ് ചെയ്ത് ബഹുമാനിക്കുന്ന കാലത്താണ് ഉർവ ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. സുജൂദ് ചെയ്ത് അനുയായികളെ രാജാവിനെ ബഹുമാനിക്കുമ്പോൾ പോലും ഇത്രമേൽ ധന്യത കാണുകയില്ല. എന്തേ ആ ധന്യതയുടെ ഉദാഹരണം? റളിയല്ലാഹു അൻഹു പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് മുഖം കഴുകിയ, കൈ കഴുകിയ ആ വെള്ളം, ആ വളൂ കഴുകിയ വെള്ളത്തിന് പറയും, വുളൂ ചെയ്യുമ്പോൾ ശരീരം കഴുകിയ വെള്ളത്തിന് പറയുന്ന പേരാണ് വളൂ എന്ന്. ഈ ആ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് മത്സരിക്കുന്നു. അത് കയ്യിലെടുത്തിട്ട് ശരീരത്തിൽ തൊട്ടു പുരട്ടുന്നു. ഈ സ്നേഹപ്രകടനത്തിന്റെ പേരിൽ അവരിൽ രൂപപ്പെട്ട മൂല്യം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. അവരിൽ രൂപപ്പെട്ട മൂല്യം പലിശ പാടില്ല, കച്ചവടമേ പറ്റൂ. കച്ചവടം ഹലാലാണ്, കാരണം അത് മനുഷ്യനെ സജീവമാക്കും. പലിശ അത് ചൂതാട്ടമാണ്, ചൂഷണമാണ്, അത് പാടില്ല. ഭക്ഷണവും പാലുമൊക്കെ മനുഷ്യനെ വളർത്തും, ആരോഗ്യവാനാക്കും, അത് അനുവദനീയമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ലഹരി വേണ്ട. നിങ്ങൾ പരസ്പരം സേവനം ചെയ്യൂ, അത് നിങ്ങളെ മൂല്യമുള്ളവരാക്കും, നിങ്ങളെ വളർത്തും, നിങ്ങളെ വല്ലാതെ വലുതാക്കും. അത് നിങ്ങൾ ചെയ്തോ. നിങ്ങൾ തമ്മിൽ തല്ലി കൊല്ലല്ലേ, തല്ലുമാലയുടെ ആൾക്കാരാകല്ലേ. നിങ്ങൾ മാനം മറച്ച് അന്തസ്സോടെ ജീവിക്കൂ. മറ്റുള്ളവരുടെ മുമ്പിൽ മാനം വെളിപ്പെടുത്തേണ്ട ദുർഗതിയുള്ള സ്വാതന്ത്ര്യമില്ലാത്തവരായി മാറല്ലേ. ഇങ്ങനെ പറയുന്നൊരാദർശം, ഈ ആദർശം മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ആദർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചപ്പോൾ ഉണ്ടായത്. അതേ സമയത്ത് അർജന്റീനയുടെ ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കിട്ടിയ മിച്ചമെന്താ? അവര് പാതിരാ സമയത്തും അർത്ഥമില്ലാത്ത കൂത്താട്ടങ്ങളുടെ ആൾക്കാരായി, അപജയത്തിന്റെ ആൾക്കാരായി മാറിപ്പോയി. പാവം. ഏതാണ് ലാഭം? നിങ്ങൾ ആരുടെ കൂടെയാകണം? നിങ്ങൾ ആരുടെ ഫാൻസ് ആകണം? വമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക്കൽ ഉർവത്തൽ വുസ്ഖാ. നിങ്ങളുടെ കയ്യിൽ ആ സമയമുള്ള പാശം, നിങ്ങൾ ആ സമയത്ത് ഫോളോ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്റ്റെപ്പ്, ആ സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ലീഡർ, ഇറ്റ്സ് ബെറ്റർ, അത് ഏറ്റവും നല്ലതാ. അത് നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളെ നല്ല സാമ്പത്തിക വ്യവസ്ഥിതിയുടെ വക്താക്കളാക്കി മാറ്റും. നിങ്ങളെ വലിയൊരു സാമൂഹിക വ്യവസ്ഥിതിയുടെ വക്താക്കളാക്കി മാറ്റും. നിങ്ങളിൽ അതിൻ്റെ പേരിൽ രൂപപ്പെടുന്ന ചര്യകളേതോ ആ ചര്യകളെല്ലാം ബെസ്റ്റ് റിച്വൽസ് ആയിരിക്കും. ആചാരങ്ങൾ, റിച്വൽസ്. അത് മനുഷ്യൻ എന്തിനു വേണ്ടിയുള്ളതാ? ഒരു പൊളിറ്റിക്സ്, സോഷ്യോളജി പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു ശരിയാണ്, റിച്വൽസുകൾ എന്തിനും, എല്ലാ ആചാരങ്ങളും എന്തിനു വേണ്ടി ഉണ്ടായതാ? ആചാരങ്ങളൊക്കെ മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കാനുണ്ടായതാ. നമ്മൾ പഠിച്ചു നോക്കൂ. ആചാരങ്ങൾ ഏതും, പഴയ കാലത്ത് വിവാഹമൊക്കെ ഉണ്ടായാൽ കുറേ ദിവസം വിവാഹാചാരം ഉണ്ടാകും. കാരണം എന്താ? ഒരു പാവപ്പെട്ടവന്റെ സമൂഹത്തിൽ സമ്പന്നരെണ്ണപ്പെട്ടവരേ ഉള്ളൂ. പാവപ്പെട്ടവരാണ് ഭൂരിപക്ഷം. അപ്പൊ വിവാഹം വിജയിക്കുന്നത് എങ്ങനെയാ? പഴയ കാലത്ത് നമ്മുടെ സമൂഹത്തിലെ
ഏറ്റവും വലിയ ലീഡറായ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഖാദിയാർ പറയും, ഇന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം വരാൻ പോവുകയാണ്, എല്ലാവരും അതിന്റെ ഭാഗമാകണം. ഈ പ്രസ്താവന വന്നാൽ പിന്നെ അതാ പരസ്പരം മടഞ്ഞ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഓല മടഞ്ഞ ആ മടലുകൾ അതവർ പരസ്പരം വായ്പ നൽകുകയാ. അത് ശേഖരിച്ച് ദിവസങ്ങളോളം ഇടപെട്ട് കല്യാണ പന്തലുണ്ടാവുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കരങ്ങൾ ശേഖരിക്കുമ്പോൾ, കരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ വലിയൊരു അഭിലാഷം പൂവണിയുകയാണ്. ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇത് ആചാരങ്ങളുടെ ഒരു മൂല്യമാണ്. അതേ സമയത്ത് ഇത് പറയുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു വ്യവസ്ഥതയുണ്ട്. ഈ ആചാരങ്ങളുടെ ആവശ്യമില്ലാത്തൊരു കാലത്ത് ആവശ്യമുള്ള മേഖലയിലേക്ക് മാറാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതുമാണ് ഇസ്ലാമിക അധ്യാപനം. ഉദാഹരണം, വിവാഹം. ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിൽ നിരന്തരം പ്രതിപാദിക്കുന്നൊരു വിഷയമാണ് വിവാഹം. ഇവിടെയും ഞാൻ അത് ആവർത്തിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വിവാഹം ഏറ്റവും ബറക്കത്തുള്ള വിവാഹം ഏതാ? ഏറ്റവും ചിലവ് ചുരുങ്ങിയ വിവാഹമാണ് ഇസ്ലാമിൽ ഏറ്റവും ബറക്കത്തുള്ളത്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് പലരും വിവാഹം വൈകിപ്പിക്കുന്നു പല കാരണങ്ങളാൽ. അതിലെ ഒരു കാരണം, ഇപ്പൊ ചിലരൊക്കെ വിവാഹത്തിന് വേണ്ടി പറയുന്നത് ഇപ്പൊ ആയിട്ടില്ല, 2 കൊല്ലം ജോലി കഴിയട്ടെ. എന്തേ? കയ്യിൽ വല്ലതും ക്യാഷ് വേണ്ടേ? ഈ കയ്യിൽ ക്യാഷ് ഉണ്ടാകാൻ വേണ്ടി ദീർഘകാലം പണിയെടുത്ത് അധ്വാനിച്ച് അവൾ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് വിവാഹം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എന്തേ? ഒരു വിവാഹം നടക്കണമെങ്കിൽ വലിയ ചെലവാ. എന്താ ചെലവ്? ഒരുപാട് പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണ്ടേ? അതുപോലെ ഒരുപാട് ആഭാസങ്ങൾ കാണിക്കണ്ടേ? വിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും പുതിയ കാലത്തെ ലോകവിവരമില്ലാത്തവരെന്ന് പറയാൻ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ക്ഷമിക്കുന്നു. കാര്യബോധമില്ലാത്തവരെന്ന് പറയണമെന്ന് തോന്നാറുണ്ട്, ഞാൻ ക്ഷമിക്കുന്നു. വിവാഹമെന്ന് പറയുമ്പോൾ പല പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഏക പിക്ചർ ആ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് പിടിച്ച് കറക്കുന്ന 4 ഇമേജും 4 റീൽസുമാണ് വിവാഹമെന്ന് ചിന്തിക്കുന്ന ദുർബലർ. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു ഇണയെ സെലക്ട് ചെയ്യുന്ന ആരായിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലുള്ള ഏക ചിന്ത ഒരു ബുള്ളറ്റും അതിന്റെ പിന്നിൽ കൊണ്ടു നടക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ ദുർബലരായി അധപ്പതിക്കുന്ന ഒരു കാലമോ? ഇവിടെ ഇസ്ലാമിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. വിവാഹമെന്ന് പറയുന്നത് എന്താ? വിവാഹമെന്ന് പറയുന്നത് രണ്ട് ഫാമിലിയും തമ്മിൽ ചേരാൻ പറ്റുന്നിടത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇണയായി ചേരാൻ തീരുമാനിക്കുന്ന പ്രവണതയാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു കുടുംബം തമ്മിൽ ചേരാത്തയിടത്ത് 2 വ്യക്തികൾ തമ്മിൽ ചേർന്ന് ജീവിതത്തിൽ വിജയിക്കുക എന്നതിന്റെ സാധ്യത ബഹുദൂരം അകലെയാണ്. അതേസമയത്ത് പുരുഷനും സ്ത്രീയും എന്നത് മനഃശാസ്ത്ര വിദഗ്ധർ പലപ്പോഴായി പറയുന്നത് മെൻസ് ആർ ഫ്രം മാസ്, വുമൻസ് ആർ ഫ്രം വീനസ്. അതായത് പുരുഷനും സ്ത്രീയും 2 വലിയ വ്യത്യാസമുള്ള 2 ഗോളങ്ങളിലെ ജീവികളാണെന്ന് പറയുന്നത് കാണാം. അത്രമേൽ വ്യത്യാസമുണ്ട് മനഃശാസ്ത്രപരമായി ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ. അവര് തമ്മിൽ ഒത്തുപോകാൻ സാധ്യമാകണമെങ്കിൽ അനിവാര്യമായ ഒരു ചട്ട ഏതാണെന്നറിയുമോ, ഒരു ഫ്രെയിം ഏതാണെന്നറിയുമോ? 2 ഫാമിലി തമ്മിലൊന്ന് മാച്ചാകണം. ഫാമിലി തമ്മിൽ മാച്ചാകുമെങ്കിൽ പിന്നെ ആ വിവാഹത്തിനടുത്ത സെറ്റ് എന്താണ്? ഈ പിതാവും കല്യാണം കഴിക്കാനുള്ള ഈ പുതിയാപ്ലയും 2 സാക്ഷികളും ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്കെടുത്ത പള്ളിയിൽ, ആ പള്ളിയിൽ ഒരുമിച്ചിരുന്ന് ഈ നിക്കാഹിന്റെ വാചകം പറഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാം. എന്തിനാ ഈ ക്യാഷ് ഇടിച്ചു തള്ളുന്നത്? ഈ സമയമില്ലാത്ത കാലത്ത് ഈ ആയിരക്കണക്കിന് മനുഷ്യരെ വിളിച്ചുകൂട്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആര് പറഞ്ഞു? പുതിയാപ്പിള പോക്ക്, പുതിയ പെണ്ണ് വരവ് എന്തിനു വേണം? ആര് പറഞ്ഞു? ഒരു കാലത്ത് സാമൂഹികമായി ഇത്തരം ആവശ്യങ്ങളുടെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു ഭദ്രത കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത് ഭദ്രതയല്ല,
ഇന്നൊരു ചെറുപ്പക്കാരന് ഒരു വിവാഹത്തിലെ പുതിയാപ്പിള പോക്ക് നടക്കണമെങ്കിൽ 6 ബെൻസ് വേണം, 7 ഓടി വേണം, 4 BMW വേണം. ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരൊക്കെയോ പെറുക്കിക്കൊണ്ടുവന്ന റെന്റ് കാറാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ഡേഷ് അതെന്നെ ചെയ്യും. അവന്റെ കഴിഞ്ഞ 2 കൊല്ലത്തെയും വരുന്ന 4 കൊല്ലത്തെയും അവന്റെ ശമ്പളമെല്ലാം സ്വാഹ, എല്ലാം പുക. ഇവൻ കഷ്ടപ്പെട്ടു. ആര് പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെടാൻ? നിന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ മന്ദബുദ്ധി, എനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനാ ഇങ്ങനെ ആഭാസം? ജീവിച്ചുകൂടെ? സ്വസ്ഥമായി ജീവിച്ചുകൂടെ? 2 ഫാമിലി തമ്മിൽ ചേരുമെങ്കിൽ, തലമുതിർന്നവർ ഒന്നിച്ചാലോചിച്ച് ഇവര് തമ്മിൽ യോജിക്കുമെങ്കിൽ ജീവിച്ചുകൂടെ? ഈ ക്യാഷ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം. എന്തിനിങ്ങനെ ആഭാസങ്ങൾ കാണിക്കണം? ആര് പറഞ്ഞു ഈ റീൽസ് ഇട്ട് ഇങ്ങനെ കൊളാകാൻ? ഇങ്ങനെ റീൽസിന്റെ ആരാധകരായി എവിടെയാ നിങ്ങളുടെയൊക്കെ ചിന്താശേഷി? എന്താ നിങ്ങൾക്ക് നേടിത്തരുന്നത്? നിങ്ങളുടെ ഈ സ്വകാര്യതകളെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്രഷനിസം എന്ന് പറയുന്ന മെന്റൽ ഡിസോർഡർ ഇല്ലേ? നിങ്ങളുടെ സ്വകാര്യത ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതാണോ? ഈ സ്വകാര്യത പ്രദർശിപ്പിക്കേണ്ട ഒരു ത്വര നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊരു മെന്റൽ ഡിസോർഡർ അല്ലയോ? അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് വേണം. വാട്ട്സ് ഇറ്റ്? എന്താണ് ആ ബെനിഫിറ്റ്? നിങ്ങൾക്ക് നേടിത്തരുന്ന ബെനിഫിറ്റ് എന്ത്? ചില തോന്നലുകൾ. ഈ തോന്നലുകളാണ് ആ സുഖം. ഞാൻ പറയുന്നു, ജീവിക്കാൻ പഠിക്കൂ. ഇസ്ലാം നമ്മൾ അതിന് പ്രൊമോട്ട് ചെയ്യുകയാണ്. സ്വസ്ഥമായി സിമ്പിളായി ജീവിക്കും. ഇന്നദ്ദീന യുസ്റുൻ. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളായിട്ട് വെറുതെ കഷ്ടപ്പാടെടുത്ത് തോളിലിടണ്ട. എന്തിന് കഷ്ടപ്പെടണം? ആര് പറഞ്ഞു കഷ്ടപ്പെടാൻ? പക്ഷേ ഇസ്ലാം ഫോളോ ചെയ്യണം. 4ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുമ്പോഴേക്ക്, 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ധൃതി വരല്ലേ? ട്യൂഷന്റെ പേരിൽ വളരെയേറെ അപരിഷ്കൃതമായ വിദ്യാഭ്യാസത്തിലേക്ക് പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദയവായിട്ട് ഒടിഞ്ഞുകുത്തി വീണു പോകല്ലേ. ലോകത്ത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും പ്രാകൃതമെന്ന് പറയാൻ തോന്നുന്നതാണ് ദൈർഘ്യമേറിയ സ്കൂൾ ടൈം. വലിയ സ്കൂൾ ടൈം. ഒരു മനുഷ്യൻ എടുക്കുന്ന എഫേർട്ടുകളിൽ, അധ്വാനങ്ങളിൽ ഏറ്റവും വലുത് മെന്റൽ എഫേർട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ദൈർഘ്യമേറിയ സമയം പഠിക്കുക, അത് പോരാഞ്ഞിട്ട് വീണ്ടും ട്യൂഷൻ. ഇതൊരു ശരിയല്ല, ശാസ്ത്രീയമല്ല. ലോകത്ത് നിലവാരമുള്ള വിദ്യാഭ്യാസ പ്രക്രിയകളിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും സപ്പോർട്ട് ചെയ്യാത്തൊരു ശൈലിയാണത്. സ്കൂളുകളിലെ പലയിടത്തെയും അപജയത്തിന്റെ ഒരു മറുഭാഷമാണ് പലപ്പോഴും ട്യൂഷനുകൾ. അതുകൊണ്ട് ഈ ട്യൂഷന്റെ പേരിലൊക്കെ മദ്രസയിലെ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് വല്ല ധാർമ്മിക ബോധവും കിട്ടുന്ന അവസരം ദയവായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കളയരുത്. നിങ്ങളെ ഉടുതുണി ഉരിയാൻ ഇതാ ഇവിടെ ആർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജൈവികമായ ഇഷ്ടങ്ങൾ തട്ടിത്തെറുപ്പിക്കാൻ ഇവിടെ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ വിശ്വാസിയാകണം. നിങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാജനമായി മാറണം. അവരെ സ്നേഹിക്കുന്ന ഒരാളായി മാറണം. എങ്കിൽ അന്തസ്സോടെ ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നല്ല മനുഷ്യനാകാം. നമ്മൾ മുസ്ലിം ആകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മുസ്ലിം ആവുക എന്ന് പറയുന്നത് നിസ്കരിക്കുമ്പോൾ മാത്രമാകാനുള്ളതല്ല. വസ്ത്രം ധരിക്കുമ്പോഴും നിങ്ങൾ മുസ്ലിം ആകണം. വിവാഹം നടത്തുമ്പോഴും നിങ്ങൾ മുസ്ലിം ആകണം. ജീവിതത്തിലെ എൻ്റെ ഏരിയാസ്, എല്ലാ മേഖലയിലും നിങ്ങൾ മുസ്ലിം ആകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എല്ലായിടത്തും മുസ്ലിം ആകണം. നിസ്കരിക്കുമ്പോൾ മുസ്ലിം, ബാക്കിയുള്ളപ്പോൾ ബാക്കി. ശരിയല്ല, നഷ്ടക്കച്ചവടമാണ്. നിങ്ങളെ ആരൊക്കെയോ പെടുത്തും. അതുകൊണ്ട് ശരിയായ വിശ്വാസിയാകണമെന്ന് വളരെ വിനയസ്വരത്തിൽ ഞാൻ
നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന മക്കളെ, നിങ്ങൾ പഠിക്കണം. പക്ഷേ പഠനം നിങ്ങളെ ഉടുതുണി ഉരിയരുത്. നിങ്ങളെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടരുത്. പഠിക്കുമ്പോഴേക്ക് ഇന്ന് പബ്ലിക് ക്യാമ്പസിൽ വെച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തേടി വരുന്ന നിങ്ങളെ മനോമുകുരത്തിലെ വികാരം എന്ത്? ഒരു ക്യാമ്പസിൽ പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ തെളിയുന്ന ഒരു പിക്ചർ എന്താ? ഒരു നല്ല മനുഷ്യനാകണമെന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങളെ തലമുടി കാലുവരെ ഒരു കാലിൽ മാത്രം ചരട് കെട്ടേണ്ടി വരുന്ന ഒരു ദുർഗതി, ഏതോ ഒരു പിശാചിനെ നിങ്ങളെ ശരീരത്തിലേക്ക് കുടിയിരുത്തുന്നതിൻ്റെ ഒരു മേൽശാന്തി വികാരമായി തോന്നുന്ന ഒരു തരം പ്രക്രിയ, ഇതൊക്കെ ആര് ചെയ്യിപ്പിക്കുന്നു? ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ പറിച്ചു നടന്നൊരു പ്രക്രിയയാണ് വിദ്യാഭ്യാസമെങ്കിൽ പ്ലീസ്, അത് നിങ്ങൾക്ക് ഗുണമല്ല. വിദ്യാഭ്യാസം വേണം. പക്ഷേ ഈ വിദ്യാഭ്യാസം എന്നത് നിങ്ങളെ ഉള്ള സ്വസ്ഥത നശിപ്പിക്കാനുള്ളതാകരുത്. ഉള്ള മൂല്യം നിങ്ങളിൽ നിന്ന് വലിച്ചു കീറാനാകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇഷ്ടം തിരിച്ചറിയാനുള്ള, സ്വാതന്ത്ര്യം തിരിച്ചറിയാനുള്ള നിങ്ങളെ ശേഷി നശിപ്പിക്കുന്നതാകരുത് വിദ്യാഭ്യാസം എന്നത്. മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കാനുള്ള നിങ്ങളുടെ പവർ, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതാകണം വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസത്തിന് മഹത്വമുണ്ട്. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം ഒരു ശാപമാണ്. ഒരു മനുഷ്യൻ അവനൊരു പ്രൊഫഷൻ നേടുന്നു. ആ പ്രൊഫഷൻ നേടിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്നാൽ ദിവസവും 500 രൂപ കിട്ടും, അതുകൂടിയുള്ള വക നശിപ്പിക്കും വിധമുള്ള അഡ്രസ്സായി ഒരു വിജ്ഞാനം മാറുന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാഭ്യാസം, ഒരു ഡിഗ്രി മാറുന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി അത്ര നല്ലതല്ല. നിങ്ങളെ ജീവിതത്തിൽ ജീവിക്കാനുള്ള അവസരം പകർന്നു നൽകുന്നത് കൂടിയാകണം വിദ്യാഭ്യാസം. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാചകങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരികൾ ഉൾക്കൊള്ളാനും ഒരു ശരിയുടെ ആളായി ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ, അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ മഹത്തുക്കൾ, അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യാപനത്തിൻ്റെ സുഖം ആസ്വദിച്ചപ്പോൾ അവരതിൻ്റെ ജീവസുറ്റ ആൾക്കാരായി മാറി. അവരതിൻ്റെ വക്താക്കളായി മാറി. അവരതിൻ്റെ സഞ്ചാരകരായി മാറി. ലോകത്തിൻ്റെ എല്ലാ പ്രവിശ്യകളിലേക്കും അവർ സഞ്ചരിച്ചു. സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം കുടുംബവും എന്തും ഉപേക്ഷിക്കാൻ അവർ സന്നദ്ധരായി. അവർക്ക് എവിടെയൊക്കെ ചെന്ന് ഈ ആദർശത്തിൻ്റെ, ഈ വെളിച്ചത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ പറ്റുമോ അവിടങ്ങളിലെല്ലാം ചെന്നവർ ഈ വെളിച്ചത്തിൻ്റെ ആളായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അവരെ കണ്ട ഓരോ മനുഷ്യരും ആ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു നേരത്തെ ഒരു നിസ്കാരം കണ്ടതിൻ്റെ പേരിൽ, അവരുടെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു പെരുമാറ്റം കണ്ടതിൻ്റെ പേരിൽ ഈ ലോകത്തെ അവരെ കണ്ട മനുഷ്യരിൽ വലിയൊരു ശതമാനം ഇസ്ലാം സ്വീകരിക്കുകയോ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയോ ഇസ്ലാമിൻ്റെ വക്താക്കളാവുകയോ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നവരായി മാറി. ഇസ്ലാമിനോട് വിരോധമുള്ളവർ അവരുടെ ചുറ്റിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ഇസ്ലാം പ്രചരിച്ച എല്ലാ ഇടങ്ങളിലും ഈ ഒരാശയം കാണാം. നമ്മുടെ ചുറ്റിലും പരിശോധിച്ചാൽ ധാരാളം മഹാന്മാരെ കാണാം. കോഴിക്കോട് ഈ സിറ്റിയുടെ പരിസരങ്ങൾ പരിശോധിച്ചാൽ ധാരാളം കാണാം. ഒരുപാട് മഹാന്മാരെ കാണാം. സ്വഹാബത്തിനെ കാണാം, അല്ലാത്ത താബിഈകളെ കാണാം, അല്ലാത്ത മഹാന്മാരെ കാണാം. അവരെയൊക്കെ ചരിത്രം പഠിപ്പിച്ചു തരുന്നൊരു സ്റ്റൈൽ എന്താണെന്നറിയോ? അവരുടെ ഇസ്ലാം മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ടൊരു പ്രചോദനമായി മാറി. എന്താണ് അവരുടെ പ്രചോദനം? നിങ്ങൾ പഠിച്ചു നോക്കൂ. ഏതൊരു മഹാന്മാരും കഴിഞ്ഞ കാലത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച പൂർവികരായ സ്വാലിഹീങ്ങളിൽ ആരെ എടുത്ത് പരിശോധിച്ചാലും കാണാം. അവരുടെ പിക്ചർ എന്താ? അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജിങ് സ്റ്റൈൽ എന്താണെന്നറിയോ? അവരെ ഒന്നുകിൽ അവരുടെ ഈ ആദർശത്തും പുൽകുക, മുസ്ലിമാവുക, അതല്ലെങ്കിൽ ഇതായ മുസ്ലിമീങ്ങളെ ഇഷ്ടപ്പെടുക.
അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം, ആ സാന്നിധ്യം അവര് വല്ലാതെ ആശിക്കുക. ഇങ്ങനൊരു പശ്ചാത്തലം കഴിഞ്ഞ കാലത്ത് നിറഞ്ഞു നിന്നതായിട്ട് കാണാം. ധന്യമായ ഒരു സ്നേഹം, ധന്യമായ ഒരു ഇഷ്ടം, ധന്യമായ ഒരു പാരസ്പര്യം, ഇത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതെന്തുകൊണ്ടുണ്ടായി എന്നറിയോ? ചെറിയൊരു ചരിത്രത്തിന്റെ ഒരു വാചകം പറഞ്ഞ് ഞാൻ ആ ആശയത്തിൽ നിന്ന് എൻ്റെ അടുത്ത ട്രെയിനിങ്ങിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിറുൽ ജുംഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ഭരണാധികാരിയായി, ഗവർണറായി നിയമിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹുവിന്റെ പ്രവിശ്യയിൽ നിന്ന് സാധാരണ ആരെ അധികാരിയായി നിശ്ചയിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് ചില്ലറ പരാതികൾ വരും. പക്ഷെ ഒരു വർഷമായിട്ടും സഈദ് റളിയല്ലാഹുവിനെ കുറിച്ച് പരാതിയില്ലെന്ന് മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് മദീനയിലേക്കും മക്കയിലേക്കും വരുന്നവരെല്ലാം ആ നല്ല സംതൃപ്തമായ റിപ്പോർട്ടുകൾ പറയാൻ തുടങ്ങി. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് വലിയ ഇഷ്ടമായി. സഈദ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ഉമർ റളിയല്ലാഹു യാത്ര ചെയ്തു. ഈ പ്രദേശത്തേക്ക് വരികയാണ്. വന്നു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംസാരിച്ചു, പലരോടും വ്യക്തിപരമായി സംസാരിച്ചു. ഒരു ഫീഡ്ബാക്ക് ഷെയറിങ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സെർച്ചിങ്, അഭിപ്രായങ്ങൾ തേടി. ഈ അഭിപ്രായങ്ങൾ തേടിയ സമയത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായം, വളരെ ചെറിയ അവ്യക്തതയുള്ള ചില പരാതികൾ. അതിലൊരു പരാതി എന്തായിരുന്നു എന്നറിയുമോ? സഈദിന് ഏതോ ഒരു സമയമാകുമ്പോൾ ഒരു പരിസരബോധം നഷ്ടപ്പെടുന്നു. ഏതോ ഒരു സമയമായാൽ അടുത്തുള്ള ആരെ ഓർമ്മ ഉണ്ടാകൂല. അപ്പൊ പൊതുവെ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇതൊരു നേതാവിന് ഒരിക്കലും ഇങ്ങനെ പാടില്ല. കൂടെ ഇരിക്കുന്ന ആളെക്കുറിച്ച് ബോധമില്ലാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. സഈദ് റളിയല്ലാഹു അൻഹുവിനെ പബ്ലിക്കിൽ വെച്ച് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ആൻസർ പറയാനുണ്ട്? സഈദ് റളിയല്ലാഹു അൻഹു മനസ്സോടെ പറയാൻ തുടങ്ങി, നിങ്ങളൊക്കെ മദീനയിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയം, അന്ന് ഞാൻ മക്കയിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10 പേരെ പിടിക്കപ്പെടുകയും 10 പേരുണ്ടായിരുന്ന ആസിം റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ നിന്ന് 2 പേരെ പിടിക്കപ്പെട്ടതിൽ ഒന്ന് ഖുബൈബാണ്. ആ ഖുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി അവർ ബന്ധിച്ചു. ശരീരം ബന്ധിച്ചിട്ട് അവരെ കൊണ്ടുവരികയാണ്. പരസ്യമായി മൈതാനത്തിൽ കൊണ്ടുവന്ന് നിർത്തി കൊല്ലാൻ തീരുമാനിച്ചപ്പോ മക്കയിലെ ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒത്തുകൂടി, എല്ലാവരും കൈകൊട്ടി ആഹ്ലാദിച്ചു, ആർപ്പ് വിളിച്ചു, കൂക്ക് വിളിച്ചു. ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം ഖുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി കഴുമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അന്ത്യാഭിലാഷം വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോ സഈദ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് 2 റക്അത്ത് നിസ്കരിക്കണമെന്നുണ്ട്. അവർ സമ്മതം കൊടുത്തു. ഖുബൈബ് റളിയല്ലാഹു യാതൊരു വെപ്രാളവുമില്ലാത്ത ശാന്തമായ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ നിസ്കാരം കണ്ടപ്പോ ഈ കൊല്ലാൻ കൊണ്ടുവന്ന മനുഷ്യർ, അവരുടെ മനസ്സിലെ വീര്യം ചോർന്നുപോയി. കാരണം ഒരാളെ കൊല്ലുന്നത് എന്തിനാ? ഒരാളെ എന്തിനാ കൊല്ലുന്നത്? ഭയപ്പെടുത്താനാണ് ഈ കൊല്ലുന്നത്. ഇത് യാതൊരു ഭയവുമില്ലാതെ ഈ മരണത്തിന് മുന്നിലും നിസ്സങ്കോചം സധൈര്യം സ്വസ്ഥമായി സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ കണ്ടുനിന്ന മനുഷ്യരുടെ മുമ്പിൽ ആർപ്പ് വിളി കെട്ടടങ്ങിപ്പോയി. അവരുടെ കരഘോഷങ്ങൾ ശാന്തമായി പോയി. അവസാനം കൊല്ലാൻ മുതിർന്നവർ വന്നിട്ട് ഖുബൈബിനോട് പറഞ്ഞു, ഖുബൈബേ, നിന്നെ വെറുതെ വിടാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊന്ന് പറയണം. അതുവരെ ശാന്തനായിരുന്ന ഖുബൈബിന്റെ മുഖം ചുവന്ന് തുടുത്തു. ഖുബൈബിന്റെ അതരങ്ങൾ വിറക്കാൻ തുടങ്ങി. ആദരങ്ങളിൽ നിന്ന് അടർന്നു വീണ വാക്കുകൾ, ലൗ അന്ന ശൗക്കത്തൻ തശൂക്കുഹു, ഒരു മുള്ള് അത് ഹബീബായ നബിതങ്ങളുടെ ശരീരത്തിൽ തറയ്ക്കുന്ന സമയം ഖുബൈബിന്റെ വീട്ടിലിരിക്കുന്നതൊന്ന് സങ്കല്പിക്കണമെന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ്, നടപ്പില്ല മക്കളെ. അതുകൊണ്ടൊന്നും പറയണ്ട, നിങ്ങളെ തീരുമാനം നടപ്പിലാക്കിക്കോളൂ. കുന്തത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് കഴുമരത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ശരീരത്തിൽ കുന്തമറിഞ്ഞ് തുളച്ചു കയറി. ആ സമയത്തും ഖുബൈബിന്റെ ചിന്തക്ക് മാറ്റമില്ല.
യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സധൈര്യം നിന്നുകൊടുക്കുന്ന ഒരു മനുഷ്യൻ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, ചെറുപ്പക്കാരനായ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ മനസ്സിലെല്ലാം വലിയ ചിന്താ പേമാരികൾ പെയ്തിറങ്ങാൻ തുടങ്ങി. ആ രംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിട്ട് സ്വസ്ഥമായി ഇരുന്നാൽ പച്ചയായ എന്റെ മൊബൈലിൽ എന്റെ മുമ്പിൽ ഹുബൈബ് സുജൂദ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുകയാ. ഞാനൊന്ന് കണ്ണടച്ചുറങ്ങിയാൽ ആ ഹുബൈബിന്റെ ശാന്തമായ നിസ്കാരം എന്നെ കൗതുകപ്പെടുത്തുകയാ. ഇതെന്തൊരത്ഭുതമാ! മരണം മുന്നിലിരിക്കുന്ന സമയത്തും ഭയമില്ലാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്രമേൽ ശാന്തി എവിടെ നിന്ന് കിട്ടുന്നു? എനിക്കും വേണം ആ വിശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ആരോ പകർന്നു തരുന്ന ഫാഷനുകൾ വരുമ്പോഴേക്ക് സ്വന്തം ശരീരം മറയുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മറന്നുപോകുന്ന ദുർബലരായി നമ്മൾ മാറാമോ? ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു ആസ്വാദനത്തിന്റെ നിമിഷമായി ലഭിച്ചൊരു വിവാഹ ചടങ്ങിനെ പേക്കൂത്തുകളായി ആഭാസങ്ങളായി കലക്കി കൂട്ടിക്കൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനുഷ്യരാണോ? ഈ മൂല്യങ്ങളെല്ലാം നമുക്ക് ജീവൻ സമർപ്പിച്ച് നേടിത്തന്ന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിലേറെ ഗൗരവമുള്ള കുറ്റമാണ്, അതിലേറെ ഗൗരവമുള്ള പേക്കൂത്താണ് വിവാഹമെന്ന മഹത്വരമായ ചടങ്ങ്. വലിയ മഹത്വ ദീനിന്റെ അർദ്ധഭാഗമാണ് ഈ വിവാഹം എന്ന് പഠിപ്പിച്ച മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റദ സുലുസൈ ദീനിഹി, ആ പകുതിയിലേറെയാണെന്ന് പഠിപ്പിച്ച മതപരമായ ജീവിതത്തിന്റെ പകുതിയിലേറെയാണെന്ന് പഠിപ്പിച്ച വിവാഹം. ആ വിവാഹത്തെ കൊഞ്ഞനം കുത്തുന്ന സമയത്ത് നിങ്ങൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ കൊഞ്ഞനം കുത്തുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പേക്കൂത്തുകൾക്കൊന്നും പെടല്ലേ. ഖുബൈബ് റളിയല്ലാഹുവിനെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് പിന്നെ മക്കയിൽ നിൽക്കാൻ വയ്യാതായപ്പോ ഞാൻ മദീനയിലേക്ക് വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തിരിച്ചയക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഞാൻ മുസ്ലിമായി. സുദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രധാന ഉപദേശകനായി ഞാനുണ്ട്. ഇന്ന് രണ്ടാം ഖലീഫയായ നിങ്ങളിലെ വിശ്വസ്ത കൂട്ടുകാരനായി ഇന്ന് ഞാനുണ്ട്. ഈ കൂഫയിലെയോ ഹിംസിലെയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കൺട്രോളർ ഇപ്പോൾ ഞാനാണ്. ഇങ്ങനെയെല്ലാം എന്നെ ആക്കി തീർത്തത് ഖുബൈബിന്റെ 2 റക്അത്ത് നിസ്കാരമാണ്. ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ധന്യതയാണ് ഇന്ന് ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഈമാനിന്റെ കൺട്രോൾ പൊസിഷനിലേക്ക്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഖുബൈബ് റളിയല്ലാഹുവിന്റെ ഓർമ്മയുടെ മുമ്പിൽ വിതുമ്പി നിൽക്കുന്ന സയ്യിദ് റളിയല്ലാഹു പറയാ, സയ്യിദുനാ ഉമയ്യ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഈ ഖുബൈബിനെ ഓർമ്മ വരുന്ന സമയം ആകാശം പൊട്ടി വീണുപോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഭൂമിയൊന്ന് പിളർന്നെന്നെ പിടിച്ചു വിഴുങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോകുന്നു. ഖുബൈബിനെ കൊല്ലപ്പെടുന്ന സമയത്ത് സ്വസ്ഥമായി നോക്കി നിന്നുപോയത് ഓർമ്മ വരുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമും ഈ ഖുബൈബിന്റെ പിന്തുടർച്ചക്കാരാ, നാമും ഈ സഈദിന്റെ പിന്തുടർച്ചക്കാരാ. നമുക്ക് അവരെ കാണേണ്ടതില്ലേ? നമുക്ക് അവരുടെ ചാരത്തൊരുമിക്കേണ്ടതില്ലേ? ഇവിടെ ഏതോ മനുഷ്യന്റെ കൂടെ സെൽഫി എടുക്കുന്ന തിരക്കിനിടയിൽ നിന്റെ ഇസ്ലാം വീണ് തകർന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആ മഹാന്മാരുടെ ചാരത്തൊരുമിച്ചു കൂടണം. ജീവിക്കുന്ന കാലത്ത് നല്ല മുസ്ലിമായി ജീവിക്കണം. മരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് മരിക്കാൻ പറ്റണം. മരിക്കുമ്പോൾ അന്തസ്സോടെ മരിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ആ അഭിലാഷം നെഞ്ചിലേറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസം ഒരു സുഖമാണ്, വിശ്വാസം ഒരു മധുരമാണ്, വിശ്വാസം ഒരു ധന്യതയാണ്. ഈമാൻ ഒരു വലിയ മഹത്വമാണ്. ആ മഹത്വം വലിയൊരു കൂട്ടായ്മ ബോധമാണ്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ വെള്ള വസ്ത്രം ധരിക്കുന്നു. വെള്ള എന്നത് ഏറ്റവും ഭംഗിയുള്ള കളറാണ്, ഏറ്റവും നല്ല കളറാണ്. ശാന്തിയുടെ സൂചനമാണ് വെള്ള എന്ന് പറയുന്നത്. മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കാനും കാണുന്നവന് ശാന്തി തോന്നിപ്പിക്കാനും എല്ലാം സഹായകമാകുന്ന മഹത്വമുള്ളൊരു കളറാണ് വെള്ള എന്ന് പറയുന്നത്.
യൂണിഫോമുകൾ ഈ ലോകത്ത് ധാരാളമുണ്ട്. എന്നാൽ ഈ യൂണിഫോം എന്ന് പറയുന്നത് ഷേപ്പ് കൊണ്ട് ഏറ്റവും ധന്യമായ യൂണിഫോമാണിത്. ഈ യൂണിഫോം, ഈ തലപ്പാവ് ഞാൻ ധരിക്കുന്ന സമയത്ത് ഈ തലപ്പാവിന്റെ കണക്ഷൻ എണ്ണിയാൽ 40 പേരെ എണ്ണി 41ാമത്തത് എണ്ണിയാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കണക്ട് ചെയ്യുന്നതാണത്. ആ ധന്യതയേർന്ന കൂട്ടായ്മയെ കുറിച്ച് പഠിച്ചു നോക്കൂ. ഞാൻ ഈ വേഷം ധരിക്കുമ്പോൾ, ഞാൻ ഈ സംസ്കാരം ഉൾക്കൊള്ളുമ്പോൾ, ഞാൻ മനുഷ്യകുലത്തിലെ ഏറ്റവും വിശാലമായൊരു കൂട്ടായ്മയിൽ ഒരംഗമായി ചേരുന്നു. എൻ്റെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊരു സുന്നത്ത് ജീവിതത്തിൽ പകർത്തുമ്പോൾ താടിയായോ തലപ്പാവായോ തലമറച്ചോ തൊപ്പി ധരിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചര്യകളിലൂടെ ഒരു സുന്നത്തിലൂടെ നാം കണ്ണിചേരുന്നത് എവിടെയാ? ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കൾ, മുഴുവൻ ഔലിയാക്കൾ, മുഴുവൻ സ്വാലിഹീങ്ങൾ, ഇവരുടെ ഒരു ചര്യയിലേക്കാണ് നമ്മൾ കണ്ണിചേരുന്നത്. അതേ സമയത്ത് നിങ്ങൾ തലമുടി വെട്ടുന്നതിന്റെ പേരിൽ ഒരു ഫാഷൻ, ഒരു അപരിഷ്കൃതമായ പരിഷ്കാരം, ആ പരിഷ്കാരത്തിന് വിധേയപ്പെടുമ്പോ നിങ്ങളെ കണ്ണി ചേർക്കുന്നതാര്? ഈ ഫാഷന് ജന്മം നൽകിയതാര്? ഈ ഫാഷന് ജന്മം നൽകിയതാര്? പഠിച്ചു നോക്കൂ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാ. നിങ്ങൾ കൂട്ടായ്മയിൽ അംഗം ചേരൂ. വലിയൊരു കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കൂ. വാക്കുകൾ, നല്ല വാക്കുകൾ പറയൂ. നല്ല വാക്ക് പറയുന്നവൻ ഖുലു ഹുസ്ന, നല്ല വാക്കുകൾ പറയൂ. നല്ല സംസാരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്ന നേട്ടങ്ങൾ വലുതാണ്. ഇന്നൽ ഇൻസാന ലയതകല്ലമു ബികലിമത്തിൻ, മനുഷ്യൻ സംസാരിക്കുന്ന നല്ല ചില വാക്കുകൾ, ലാ യൽഖാ ലഹാ ബാലൻ, വലിയ ഗൗരവമൊന്നും ഇല്ല, പക്ഷേ അത് സിമ്പിൾ വേർഡാണ്. അതുകൊണ്ട് എന്താ നേടിത്തരുന്നത്? ലയുഹുവാ ബിഹാ ഇലൽ ജന്ന, അതവനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അത് മതിയാകും. അതൊന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു വലിയ ഫാമിലിയിൽ വലിയൊരു കുഴപ്പം നടക്കും. ആ കുഴപ്പവുമായി ബന്ധപ്പെട്ട് ഏറെ സംഘർഷങ്ങൾ വന്ന് ഭവിച്ചപ്പോ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, രാമനാട്ടുകരയിലെ ഹാപ്പി സോൺ സെന്ററിലേക്ക് ഞാനൊന്ന് അവരെ അയക്കട്ടെയോ? ഞാൻ അവർക്ക് സമയം കൊടുത്തു. എൻ്റെ ഇവിടെയുള്ള ധാരാളം പ്രോസസ്സിങ്ങുകൾക്കിടയിൽ 4-5 മണിക്കൂർ ആ കുടുംബത്തിന് വേണ്ടി നൽകി. അവരിലെ വലിയ സംഘർഷം, മകൻ ബാപ്പയെ തല്ലിയ സംഘർഷം, അല്ലെങ്കിൽ മകനെയും കുടുംബത്തെയും ബാപ്പ പുറത്താക്കിയ സംഘർഷം, ഇങ്ങനെ കുറേ സംഘർഷങ്ങൾ ചേർന്ന സംഘർഷങ്ങളുടെ ഒരു സംഗമ ഭൂമി. അവരൊന്നിച്ചു നിന്ന് ആ കുടുംബത്തിലെ ഈ സംഘർഷങ്ങളെല്ലാം പതുക്കെ പതുക്കെ വെള്ളമൊഴിച്ച് കെടുത്തിയെടുക്കുന്നതിനിടയിൽ വീട്ടിലെ ചെലവ് ചോദിക്കുന്ന ബാപ്പയോട് മകൻ പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് സത്യത്തിൽ പശ്ചാത്തലം ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ എനിക്ക് നേരത്തെ ലഭിച്ചിരുന്ന ശമ്പളത്തിന്റെ 1/3 ശമ്പളം ചുരുങ്ങി. നേരത്തെ തന്നിരുന്ന ക്യാഷ് തരാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിയുന്നത്ര തുക ഞാൻ തരാമെന്ന് പറയേണ്ട മകൻ, ആ മകൻ പറഞ്ഞ വാക്കെന്തായിപ്പോയി എന്നറിയോ? ഒരു ഉറുപ്പിക ഞാൻ തരൂല എന്നായിപ്പോയി. ഈ വാക്ക് പറയുമ്പോഴേക്ക് വാപ്പക്കത് നൊന്തു, വാപ്പക്കത് വേദനിച്ചു. വേദനിച്ചപ്പോ ആ വാപ്പയുടെ ശൗര്യം, ആ വാപ്പയുടെ വൈകാരികത, ആ വാപ്പയുടെ വിരോധ മനോഭാവം അത് കാട് കയറി. മകനെ ദുഷിച്ച് സംസാരിച്ചു. പ്രശ്നം സങ്കീർണമായി. കുടുംബങ്ങളിലേക്ക് ആ പ്രശ്നം പടർന്നു കയറി. എല്ലാവരും കണ്ണി ചേർന്ന് എല്ലാവരുടെ വകയിലും പുതിയ പുതിയ കലഹങ്ങൾ ചേർന്ന് ഒരുപാട് കലഹങ്ങളുടെ ഒരു വലിയ കലഹഭൂമിയായി അത് മാറി. ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ ആ വേർഡൊന്ന് മാറ്റിയാൽ മതി. ചേഞ്ച് യുവർ വേർഡ്, ചേഞ്ച് യുവർ വേൾഡ്. ഒരു വാക്ക് മാറിയാൽ ചിലപ്പോൾ ലോകം മാറുന്നത് കാണാം. ആ വാപ്പയോട് ആ സ്ഥാനത്ത് ആ മകൻ പറയാ, ഉപ്പ, എനിക്ക് എത്ര ക്യാഷ് തരാനും എനിക്ക് സദാ സന്നദ്ധമാണ്, ഞാൻ റെഡിയാ. നേരത്തെ എനിക്ക് കിട്ടിയിരുന്ന ക്യാഷിന്റെ 1/3 ഇപ്പൊ കിട്ടുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വാപ്പ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വാപ്പ പറയും പോലെ ചെയ്യാം. ആ വാപ്പ പറയും, മോനെ, എൻ്റെ കയ്യിലുള്ള ഇതും കൂടെ മോൻ എടുത്തോ, മോൻ ആ കാര്യം ചെയ്ത് പൂർത്തിയാക്കുമെന്ന് പറയും. ആ സ്ഥാനത്ത് ഒരു വാക്ക് മാറിയപ്പോ സംഗതി കൊളായിപ്പോയി. കുടുംബം കലുഷിതമായി പോയി. വാക്കുകൾ നല്ലതായി ശീലിക്കണം. കുഞ്ഞുനാളിലെ ശീലിക്കണം. കുഞ്ഞുനാളിലെ തമാശകൾ പോലും
വെറുപ്പിച്ച് പറഞ്ഞ് ശീലിക്കരുത്. രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തുമ്പോൾ പോലും നല്ല വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങൾ പഠിച്ചു നോക്കൂ, കലഹമുള്ള ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ, കലഹമുള്ള ഒരു മഹലിൽ, കലഹമുള്ളൊരു സംഘത്തിൽ, എവിടെയോ നിങ്ങൾ പഠിച്ചു നോക്കൂ, അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സലാം പറയുന്നുണ്ടോ എന്ന്? ഉണ്ടാകൂല. ഏത് കലഹമുള്ള സ്ഥലത്തും നിങ്ങൾ പഠിച്ചു നോക്കൂ, 99.99% പലപ്പോഴും അവർ ഈ സാധനം ഉണ്ടാവില്ല. നല്ലൊരു കലിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അഫ്സു സലാമ ബൈനക്കും, ഒന്ന് സലാം പറയും. എങ്ങനെ സലാം പറയേണ്ടത്? സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മുഖം നോക്കി സലാം പറയണം. അത് മതി ഒരു ധന്യതയുണ്ടാകാൻ, അത് മതി ഊഷ്മളമായ റിലേഷനുകൾ, ബന്ധങ്ങൾ ഉണ്ടാകാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട്, സഹോദരിമാരോട് പറയുന്നു, നല്ല വാക്കുകൾ പറഞ്ഞ് ശീലിക്കണം. പലപ്പോഴും സഹോദരിമാരുടെ സ്വസ്ഥത കെടുത്തുന്നത് എന്താ? വാക്കുകളിലെ ചെറിയ ചെരിവ. ഭർത്താവിനോട് പറയാ, എനിക്കൊരു മാക്സി വേണം, റിവ്യൂ ലെവൽ വരികയല്ലേ, ഒരു മാക്സി വേണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാന്നറിയോ? ചില സഹോദരിമാർ, ഇവിടെ ഉള്ളല്ല, മറ്റു ചില നാട്ടിൽ, അതാ നമ്മളെ മൂത്തച്ചി ഞാൻ മാക്സി വാങ്ങിയതിനു ശേഷം 4 മാക്സി വാങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇതുവരെ അതിനുശേഷം ഒറ്റ മാക്സിയും വാങ്ങിയിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ ഭർത്താവ് കരുത്, ഞാനൊരു മാക്സി വാങ്ങിക്കൊടുക്കാത്ത മനുഷ്യൻ, ഇനി ഇതും കൂടി കിടക്കട്ടെ, വേണ്ട. അപ്പൊ എന്ത് ചെയ്യും? ആ ബന്ധം അവിടെ കൊളാകും. ഒരു സംസാരം ഒരിടത്ത് പിഴച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെങ്ങനെ കുത്തിക്കയറി വന്നുകൊണ്ടിരിക്കും. പരസ്പരം കേൾക്കുകയും പരസ്പരം നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുക ഏറ്റവും വലിയ പുണ്യമാണത്, ഏറ്റവും വലിയ മഹത്വമാണത്. നല്ല ബന്ധം എന്ന് പറയുന്നത് ഒരു സ്വാലിഹായ അമല. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംരക്ഷിക്കപ്പെടണം. ജീവിതത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒന്നാണ് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. സ്വന്തം ആശ്രിതരുടെ അടുക്കൽ നല്ല മനുഷ്യരാകണം. നാം ഏറ്റവും നല്ലവനാകുന്നത് എവിടെയാ? നാം ഏറ്റവും അടുത്തിടപഴകുന്ന മനുഷ്യർക്കിടയിൽ നമ്മൾ നല്ലവരായിരിക്കണം. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഞാൻ നല്ലവനാകണം, ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നല്ലവനാകണം, മക്കളുടെ മുമ്പിൽ ബാപ്പ എന്ന നിലക്ക് ഞാൻ നല്ലവനാകണം, ബാപ്പയുടെ മുമ്പിൽ മകൻ എന്ന നിലക്ക് ഞാൻ നല്ലവനാകണം. അപ്പോഴേ നല്ലവനാകുന്നുള്ളൂ. അതിനെന്താ വേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിനിടയിൽ ഒരു വലിയ മാസ് പ്രോഗ്രാമിനിടയിൽ ഇടപെടാൻ മൈക്ക് സദസ്സിന് കൊടുത്തപ്പോൾ ഒരാൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ചോദ്യം തീരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം വിതുമ്പാൻ തുടങ്ങി. എന്തേ? അദ്ദേഹം പറഞ്ഞു, മക്കളോടൊക്കെ പറയേണ്ട എല്ലാ നല്ല വാക്കും പറഞ്ഞു, എല്ലാ ചെയ്യേണ്ടതും ചെയ്തു, പക്ഷേ വെറുപ്പല്ലാത്ത ഒന്നും തിരിച്ചു തരുന്നില്ല. എല്ലാം ചെയ്തു കൊടുത്തു, പക്ഷെ എന്നെ കണ്ടുകൂടാ. എന്താണ് ഇതിന് പരിഹാരം? പറഞ്ഞു തീരും മുമ്പേ ആ മനുഷ്യന്റെ അകം വിങ്ങി പൊട്ടാൻ തുടങ്ങി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ബാപ്പമാരോട് പറയാ, നമ്മൾ പ്രിയപ്പെട്ട മക്കളെ വളർത്തുന്ന സമയത്ത് നല്ല മാന്യമായ വാക്കുകളൊക്കെ പറയണം, നല്ല പെരുമാറ്റം വേണം. പക്ഷേ ശരിയും തെറ്റും നോക്കാതെ വഴങ്ങി ശീലിക്കരുത്. ശരിയും തെറ്റും നോക്കാതെ വഴങ്ങി ശീലിക്കരുത്. ഒരു തെറ്റായ ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ എത്ര കുഞ്ഞിലാണെങ്കിലും നോ പറഞ്ഞ് ശീലിക്കണം. പക്ഷെ പ്രകോപിതരാകരുത്. 4 വയസ്സുള്ള കുഞ്ഞ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവിനും സ്വസ്ഥമായി ശൃംഗരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൂടെയിരിക്കുന്ന 4 വയസ്സുകാരിയായ കുഞ്ഞിന് മൊബൈൽ തുറന്നു വെച്ചു കൊടുക്കുന്ന മാതാവും പിതാവും. ഇത് ചെയ്യരുത്. എല്ലാവരും പറയുന്നു കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ. മാതാപിതാക്കളുടെ പങ്കാളിത്തമില്ലാതെ ഒരു കുട്ടിക്കും മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുകയില്ല. മൊബൈൽ അഡിക്ഷൻ നമ്മൾ ഉണ്ടാക്കാതെ ഉണ്ടാവുകയില്ല. പഠിക്കണം. ഇനി ഇത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം? കൊടുക്കാതിരിക്കുക. അപ്പൊ ചിലർ പറയൂ, ഉസ്താദേ അത് നടക്കൂല. എന്തേ? കരയും. കരഞ്ഞാൽ എന്താ ആകാശം പൊട്ടി താഴെ വീഴുവോ? നിങ്ങൾ കരയരുത്. കുട്ടി കരഞ്ഞോട്ടെ, നല്ലതാ. പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി. 3 ദിവസം നിങ്ങൾ അങ്ങനെ പരിശീലിച്ചാൽ 4-ാം ദിവസം ആ കുട്ടിയുടെ പാട്ടിന് നടക്കും.
കുട്ടികൾക്ക് നല്ല അറ്റൻഷൻ കൊടുക്കണം. ഞാൻ ആ വിഷയം ഇപ്പം സംസാരിക്കുന്നില്ല. ധാരാളം നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റുമൊക്കെ ഞാൻ ഈ വിഷയം സംസാരിച്ചത് നിരന്തരം ലഭ്യമായതുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ പരാമർശിക്കുന്നില്ല. കുട്ടികളെ എന്ത് ചെയ്യണം? അവരുടെ പ്രായാനുസൃതമായ കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകി അവരെ പരിശീലിപ്പിക്കണം. വാങ്ങി നൽകാം, ഉണ്ടാക്കി കൊടുക്കാം. ഒരു പ്ലാവിൻ്റെ ഇലയും ഒരു ഓലയുടെ ഈൾക്കളും അതുപോലെ 2 മച്ചിങ്ങയും എടുത്താൽ നിങ്ങൾക്ക് കുട്ടിക്കൊരു വണ്ടി ഉണ്ടാക്കി കൊടുക്കാം. കുട്ടി അത് വലിച്ചു നടന്നോളും. ഇങ്ങനെ ഓരോ ഉപകരണങ്ങൾ പ്രായാനുസൃതമായത്, ആ പ്രായാനുസൃതമായ ഉപകരണങ്ങൾ അവർക്കുണ്ടാക്കി നൽകി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി നൽകണം, അവസരം നൽകണം. ചില ഉമ്മമാരൊക്കെ പറയും ചെറിയ മക്കളുണ്ടായാൽ എല്ലാറ്റിനും റീസണാണ് ചെറിയ മക്കൾ, ഭക്ഷണം ഉണ്ടാക്കാൻ റീസൺ എല്ലാറ്റിനും. സത്യം അങ്ങനെയല്ല. ചെറിയ മക്കളുണ്ട് എന്നത് ജോലി ഉന്മേഷത്തോടെ ചെയ്യാനുള്ളതാണ്. പക്ഷെ എന്തു വേണം? കുട്ടികൾക്ക് നല്ല അറ്റൻഷൻ കൊടുക്കണം. സ്വസ്ഥമായ മാനസികാവസ്ഥയുണ്ടാകണം. സ്വസ്ഥമായ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മൂല്യമുള്ളതാണെന്ന് വിശ്വസിക്കുകയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ പിന്മാറുന്നു. ഒരു സ്ത്രീ ഈ ആകാശത്തിന് ചുവട്ടിൽ നിർവഹിക്കുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാണെന്നറിയോ? സമൂഹത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ബിൽഡിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹ്യ സൃഷ്ടിപ്പ്, ഇതിന് പ്രേരകമാകുന്ന ഏറ്റവും വലിയ ഒരു സ്ത്രീ ലീഡ് ചെയ്യുന്ന പ്രൊഫഷൻ ഏതാണെന്നറിയോ? ഹോം ഗവേണൻസ്, ഗൃഹഭരണം എന്നതാണ്. ഒരു സ്ത്രീ ഈ ഗൃഹഭരണത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഏത് വലിയ മേഖല ഏറ്റെടുത്താലും അത് ക്രിയാത്മകമല്ല. അത് ഒരിക്കലും അത് നേട്ടമല്ല. ഞാൻ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന്, കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3rd ഇയർ സ്റ്റുഡൻ്റായ മകളെയും കൊണ്ട് 2 രക്ഷിതാക്കൾ, മാതാവും പിതാവും എന്നെ സമീപിച്ചു. ഈ സഹോദരി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, ആ സഹോദരിക്ക് ആകെ ലൈഫ് ഡിസോർഡർ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടൊരു സിറ്റിംഗ് വേണം, ഒരു മെന്ററിങ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ സമീപിച്ചത്. 1ാമത്തെ ആഴ്ച എൻ്റെ കൂടെ ഇരുന്ന ആ സഹോദരി ഒരുപാട് ആശങ്കകൾ പറഞ്ഞു. ഈ ആശങ്കകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഈ പാരൻസിനോട് ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണ്? മാതാവ് ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. പിതാവ് ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ഒരു എന്റർപ്രണറാണ്. ഈ 2 പേരുടെയും ഈ കുട്ടിയുടെ ഈ മകളുടെ കുഞ്ഞുനാളിൽ ഈ 2 പേരുടെയും അസാന്നിധ്യം ഈ പെൺകുട്ടിയിൽ ഏൽപ്പിച്ച മാരകമായ പരുക്കിന്റെ വ്യാപ്തി ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ആ കുട്ടിയോട് 2ാമത്തെ ആഴ്ച വരുമ്പോ ആശങ്കകളുടെ ഒരു 60% മേലെ ആശ്വാസമായി എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ഈ യുവതിയോട് ചോദിച്ചു, ഇപ്പോൾ നിന്റെ മാനസികാവസ്ഥ എങ്ങനെ, ഹാപ്പിയാണോ? അവൾ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പാരൻസ് ഇരിക്കെ അവർ പറഞ്ഞു, സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടായിട്ടില്ലേ? അവർ പറഞ്ഞു, എനിക്ക് സന്തോഷം എന്താണെന്നറിയില്ല, എനിക്കാകെ ഡ്യൂട്ടീസ് മാത്രമേ അറിയുകയുള്ളൂ, എനിക്കാകെ ഡ്യൂട്ടി മാത്രമേ അറിയുള്ളൂ, സന്തോഷം എനിക്കറിയില്ല. ഒരു മാതാവ് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയായി കുടുംബത്തിന് നേടിക്കൊടുത്ത ക്യാഷുകളോ സമ്പാദ്യമോ അവരെ നോക്കി ഇനി കൊഞ്ഞനം കുത്താൻ പോവുകയാ. എത്ര നാൾ? ഒരു 7 വർഷത്തോളമായി മെഡിക്കൽ സ്റ്റഡി കുട്ടി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇന്ററപ്ഷൻ, മുറിഞ്ഞു പോവുകയാ. 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്നത് 7 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും കംപ്ലീറ്റഡ് അല്ല. ഇപ്പോഴും 3rd ഇയറിൽ ബ്രേക്കഡായി കിടക്കുകയാണ്. അതിന്റെ വേരിയേഷൻസുകൾ, വേവ്സുകൾ താഴ്ന്നും പൊങ്ങിയും കിടക്കുകയാണ്. ബിടെക് പഠിച്ച 28 വയസ്സുകാരനായ മകനെയും കൊണ്ട് ഒരു റിട്ടയർഡ് ടീച്ചറും ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്ന ബാപ്പയും കൂടെ ഈ രാമനാട്ടുകരയിലെ സെന്ററിൽ ഒരു ദിവസം എന്നെ വന്ന് കണ്ടു.
അവർ പറഞ്ഞു ബിടെക് കഴിഞ്ഞിട്ടുണ്ട്, 28 വയസ്സായി, എൻ്റെ മകനാണ്, പക്ഷേ അവൻ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി വീട്ടിലിരിക്കുകയാ. അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആരെയും അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അവരുടെ ലൈഫ് ഗ്രാഫ് വായിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു ശരിയാണ് ഉസ്താദേ, ഞങ്ങളുടെ ജോലി തിരക്ക്, ഞങ്ങളുടെ ജോലി ഭാരങ്ങൾ, ആ ജോലി ഭാരമാണ് ഈ മകനെ ആക്കിയത്, ഇങ്ങനെയാക്കിയത്. ഇവൻ മാത്രമല്ല, ഇവന്റെ ഒരു മൂത്തതുണ്ട്, 35 വയസ്സുകാരൻ, അവനേക്കാൾ ക്വാളിഫൈഡ് ആണ് വിദ്യാഭ്യാസം കൊണ്ട്, അവനും വീട്ടിൽ കിടക്കുകയാ. ഒരു സ്ത്രീ ഈ ആകാശത്തിന് ചുവട്ടിൽ നിർവഹിക്കുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാ? മഹത്വം മനസ്സിലാക്കിയിട്ട് ഹോം ഗവേണൻസ് ലീഡ് ചെയ്യുന്നവരാണോ? അവരാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ളവർ. ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ലോകം കീഴടക്കിയ വിജ്ഞാനത്തിന്റെ സമുദ്രമായപ്പോഴും ഇമാം ഷാഫഈ റളിയല്ലാഹുവിന്റെ പ്രസ്താവന കാണാം, റബ്ബത്നി ഉമ്മി, എൻ്റെ ഉമ്മയുടെ പാരന്റിംഗ് ആണ് മെയ്ഡ് മീ, എന്നെ ഇതുപോലെ ആക്കിയിരിക്കുന്നത്. ലോകത്ത് ശ്രദ്ധേയമായ വലിപ്പം കൊണ്ടും ആൾ സാന്നിധ്യം കൊണ്ടും വലുപ്പമുള്ള രാജ്യമായ ഇന്ത്യയുടെ പ്രഥമ പുരുഷന്മാരിൽ മലയാളികളിൽ പ്രധാനിയായിരുന്ന KR നാരായണന്റെ കുഞ്ഞുനാൾ പഠിച്ചാൽ നമുക്ക് കാണാം, ഒരു ദാരിദ്ര്യത്തിന്റെ എല്ലാ പടുകുഴിയും അനുഭവിച്ച ഒരമ്മയായിട്ട് പോലും പാരന്റിങ്ങിന്റെ മഹത്വം ഉൾക്കൊണ്ട, ഒരു ഹോം ഗവേണൻസിന്റെ മഹത്വം ഉൾക്കൊണ്ട ഒരു അമ്മയുടെ ധന്യത ഒരു മനുഷ്യനെ ദാരിദ്ര്യത്തിന്റെ നടുക്കഴത്തിൽ നിന്നും ലോകത്തിന്റെ ഉച്ചിയിലേക്ക് വളർത്തിയതിന്റെ ഒരു പിക്ചർ ഇവിടെയാ പറയുന്നത്. അൽ മർഅതു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹാ, ഒരു സ്ത്രീയുടെ പ്രൊഫഷൻ, അതിലേറ്റവും മുന്തിയതേതാ? അവളൊരു എഞ്ചിനീയർ, ഡോക്ടർ, അവളൊരു അക്കൗണ്ടന്റ്, അവരുടെ വക്കീൽ, അവർ IFS, IAS, IPS ആകുന്നതിനേക്കാൾ സമൂഹത്തിൽ ക്രിയാത്മകതയുണ്ടാകുന്നത് എപ്പോഴാ? സമൂഹത്തിൽ ക്രിയാത്മകത ഉണ്ടാകുന്നത് ഹോം ഗവേണൻസ് ഏറ്റെടുത്തത് നിർവഹിക്കുമ്പോഴാ. പക്ഷെ അതിന് സുഖം വേണം. ഒരു പ്രൊഫഷണാലിറ്റിയുടെ മോഡെന്താ? ഗെയിമാണ്. ഒരു സുഖം വേണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിനാവശ്യമായ പരിചരണങ്ങൾ കഴിഞ്ഞ് കരകയറുമ്പോൾ ഒരു സുഖം കിട്ടണം. ഒരു ഫുട്ബോളിന്റെ വലിയൊരു ലോകം താണ്ടി കയറുമ്പോൾ വിയർത്തു കുളിച്ച ജേഴ്സികൾ അഴിച്ചു മാറ്റുമ്പോഴും ഒരു മാനസിക സുഖം കിട്ടുന്നതിന്റെ ആത്മസംതൃപ്തി ഉണ്ടാകണം തൻ്റെ പ്രൊഫഷനിലെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത് കരകയറുമ്പോൾ. ഇങ്ങനെ ധന്യതയുടെ ജീവിതം നയിക്കാൻ നമ്മെ പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം. ഇത് പകർന്നു തരാൻ അതിൻ്റെ ഒരു സ്റ്റേഷനാണ്, പവർ സ്റ്റേഷനാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബെറ്റർ പവർ സ്റ്റേഷൻ ആ ഒരു വലിയ നേതാവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ പാലിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ചെറിയൊരു 2 കലിമത്ത് മാത്രം. നിങ്ങളുടെ പരിസരത്ത് ഇവിടെ നടന്നാലെത്തുന്ന ഈ ദൂരത്ത് ഹാപ്പി സോണിൻ്റെ ചില സംരംഭങ്ങളും ചലനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ഗേൾസ് അക്കാദമി. ഇന്ന് വിദ്യാഭ്യാസ പ്രക്രിയയിൽ പലപ്പോഴും നമുക്ക് കേട്ടുപരിചയമുള്ളതും അനുഭവിച്ച് പരിചയമുള്ളതും കുട്ടികളൊക്കെ ഇങ്ങനെ നിശ്ചലമായി ഇരിക്കുക, ഒരധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുക്കുക, പഠിച്ച് കുറേ സർട്ടിഫിക്കറ്റുകൾ കൂടെ ഉണ്ടാവുക, ജീവിതത്തിൽ പ്രായങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രായത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഭയപ്പെട്ട് മാളത്തിൽ ഒളിക്കുക. 17, 18, 20, 22 ഒക്കെ വയസ്സായ പെൺകുട്ടികളോട് വിവാഹം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയാ. കഴിഞ്ഞ ദിവസം ഒരു പാവം മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ, അധ്വാനിച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ 21 വയസ്സായ മകളെ കൂട്ടിയിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, സാദേ, ഞാൻ എൻ്റെ മൂത്ത മകളെ പ്രായമായപ്പോൾ അധ്വാനിച്ച് വിവാഹം ചെയ്തയച്ചു. ഇപ്പൊ എൻ്റെ മോള് 21 വയസ്സായി.
ഇവളെ ഞാൻ പഠിപ്പിച്ചു, പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ, വിവാഹത്തിൻ്റെ പ്രായമായിട്ട് വിവാഹം ചെയ്യാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയുന്നു. ഞാൻ ഈ മോളോട് ചോദിച്ചു, മോളെ എന്തേ? എനിക്ക് വിവാഹം വേണ്ട. അപ്പം ഞാൻ ഈ വാപ്പയോട് ചോദിച്ചു, മോൾ എന്തുകൊണ്ട് വിവാഹം പാടില്ലെന്ന് പറയുന്നതെന്ന് മനസ്സിലായോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒന്നും പറയണ്ട, 5 ദിവസം മുമ്പാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് എൻ്റെ ബന്ധുക്കൾ ചേർന്ന് മറ്റൊരു പുരുഷന്റെ കൂടെ ഇവൾ ശൃംഗരിക്കുന്നതിനിടയിൽ ഇവരെ പിടിച്ചുകൊണ്ടുവന്നത്. ഇവൾക്കൊരു പൂവാലന്റെ കൂടെ ഒരു പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇങ്ങനെ 2 വീലറിലും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നോട്ട് ചെയ്ത് പിടിച്ചുകൊണ്ടുവരികയാ. ആവശ്യമില്ലെങ്കിൽ പിന്നെ ഈ പണിയെടുക്കുവോ? ഈ പെൺകുട്ടി ഒരു മറുപടി പറഞ്ഞു. എന്തെന്നറിയോ? അത് നമ്മളെയൊക്കെ ഞെട്ടിക്കേണ്ടതും ഒരു ചിന്തിപ്പിക്കേണ്ടതുമാണ്. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മയുടെയും എൻ്റെ ബാപ്പയുടെയും ഈ ദാമ്പത്യ ജീവിതത്തിലെ സുഖം എനിക്കറിയാവുന്ന അമ്മായിയാക്കെയും അറിയുന്ന ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ അല്ലലും അലട്ടലും എനിക്കറിയാം. അങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് പ്രായോഗികതയിൽ നിന്നുകൊണ്ട് ജീവിതം പഠിക്കാൻ, മതത്തെ ശരിയായി ജീവിതത്തിൽ സ്വയം അറിഞ്ഞ് സ്വയം ഇഷ്ടത്തോടെ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, അവരാഗ്രഹിക്കുന്ന +1 +2 ഡിഗ്രി തലങ്ങൾ സ്വയം സെൽഫ് ലേണിംഗ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വിധം മെന്റേഴ്സ് അവരെ കൂടെ നിന്ന് അവർക്ക് സെൽഫ് ലേണിംഗ്, സ്വന്തമായി പഠിക്കാനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തു കൊടുത്ത് അവരെ ആവശ്യമുള്ള ഡിഗ്രിയോ ആവശ്യമുള്ള അക്കാദമിക് എഡ്യൂക്കേഷനുകളോ നേടിക്കൊടുക്കുകയും തത്സമയം തന്നെ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന പരുവത്തിൽ മെന്ററിങ് ചെയ്ത് അവരെ വളർത്തുകയും ചെയ്യുന്ന ലോകോത്തര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ. ഭൗതിക സൗകര്യങ്ങൾ അത്രമേൽ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ലെങ്കിലും അവർക്ക് ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, ആസ്വാദനങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയും മൂല്യങ്ങളുള്ള മനുഷ്യരാക്കി അവരെ വളർത്തുകയും ചെയ്യാൻ പോകുന്ന ഗേൾസ് അക്കാദമി ഇവിടെ പരിസരത്ത് നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഞാനൊരു നമ്പർ പറയാം. നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയും. അതുപോലെ അത്യാവശ്യം ഇത്തരം വിഷയങ്ങളിലെ ഏതെങ്കിലും സേവനങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെയും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, അബ്ദുൽ ഹക്കീം സഖാഫി ആയഞ്ചേരി എന്ന പേരിൽ യൂട്യൂബ് ചാനൽ കാണും. ആ ചാനലിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ നിങ്ങൾക്ക് തിരഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങളുടെയും ഹാപ്പി സോണിൻ്റെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസുകൾ, വിദ്യാഭ്യാസ പ്രക്രിയകൾ, അതിൻ്റെ സേവന വിവരങ്ങളും പലപ്പോഴായി അറിയാൻ കഴിയും. ഈ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 96 05 734 279. ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയും ആവശ്യമുള്ളവർക്ക് അത്തരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ലൊരു നാഫിയായ ഇൽമായി, ഉപകാരപ്പെടുന്ന അറിവായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരുടെയൊക്കെ മദദ് ലഭിക്കുന്ന, ജീവിതത്തിൽ എന്നും സന്തോഷവും എല്ലാ ഐശ്വര്യവും ലഭിക്കുന്ന, എല്ലാ ഖൈറിനും കാരണമാകുന്ന നല്ലൊരു അമലായി അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നാട്ടുദർസ് നടക്കുമ്പോൾ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.